ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത 2 അത്ഭുതങ്ങൾക്കായാണ്. ആദ്യത്തെ സാക്ഷ്യം എനിക്ക് വേണ്ടിയാണ്. ഞാൻ ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ തൊണ്ടയിൽ എന്തോ കുടുങ്ങി എനിക്ക് വല്ലാത്തതായ അസ്വസ്ഥത അനുഭവപ്പെട്ടു. അങ്ങനെ ഒന്ന് കഴിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടൊന്നും അത് ഒരു മാറ്റം ഉണ്ടാകാത്തതിനാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കഴുത്തിലൊരു കട്ടി കൂടെ കാണുന്നുണ്ട്, നിങ്ങൾ അതിനാൽ തന്നെ ഇത്രയും വേഗം സർജറി ചെയ്യുന്ന ഡോക്ടറിനെ പോയി കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നിട്ട് അങ്കിളിനോട് ഫോണിലൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു. അങ്കിൾ പ്രാർത്ഥിച്ച് മറുപടി ലഭിച്ച നിമിഷം തന്നെ എൻ്റെ കഴുത്തിലുള്ള അത് തടസ്സമായിരുന്നത് ഇറങ്ങിപ്പോവുകയും ആ കട്ടി പോലെ ഇരുന്നത് മാറിപ്പോവുകയും ചെയ്തു. അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും സർജറി ഡോക്ടറിനെ പോയി കണ്ടു, സ്കാനിങ് ചെയ്തു. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കഴുത്തിൽ ഒരു കുഴപ്പവുമില്ല, അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളോ ഒരു കുഴപ്പവും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത് ദൈവത്തിന് നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. 5 മാസം പ്രഗ്നൻ്റ് ആയ സമയത്ത് 5-ാം മാസം സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ മൂക്കിൽ എല്ല് വളർച്ചയില്ല. അതിനാൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം പോലത്തെ അസുഖം ഭാവിയിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലക്ഷണം കുഞ്ഞിന് കാണുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അതിനാൽ നിങ്ങൾ ഫ്ലൂയിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് നടത്തണം. അത് നടത്തിയിട്ട് അതിൻ്റെ ടെസ്റ്റ് ഫലം പോസിറ്റീവ് ആകുകയാണെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെയധികം ഭാരത്തോടെ ഞങ്ങൾ ടെസ്റ്റിന് പോകാൻ വേണ്ടി സമ്മതിച്ചു. അങ്ങനെ നമ്മുടെ അടുത്ത് SIT ഹോസ്പിറ്റലിലോട്ട് പോകാനാണ് പറഞ്ഞത്. നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്നും ഞങ്ങളെ SIT ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഈ ടെസ്റ്റ് നടത്തുമ്പോൾ കുഞ്ഞിന് ടെസ്റ്റ് ഫലം പോസിറ്റീവ് ആകുകയാണെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ വേണ്ടെന്ന് വയ്ക്കണം. അതുമാത്രമല്ല, ടെസ്റ്റ് നടത്തുമ്പോൾ ഫ്ലൂയിഡ് എടുക്കുന്ന സമയത്ത് ഗർഭപാത്രത്തിന് ഹോൾ വരും, അതുവഴി നിങ്ങൾക്ക് ഫ്ലൂയിഡ് ലീക്കാവുകയും അതുവഴി അബോർഷനാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരുപക്ഷെ കുഞ്ഞിന് കുഴപ്പമില്ലാതെ കുഞ്ഞ് ജനിച്ചാൽ തന്നെയും കുഞ്ഞിൻ്റെ മൂക്ക് വളരെയധികം പതിഞ്ഞ അവസ്ഥയിൽ ചപ്പിയിരിക്കും, സംസാരിക്കാനുള്ള വൈകല്യമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു, സംസാരത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് വൈകിട്ട് അങ്കിളിനോട് ഫോണിലൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചു. അങ്കിൾ പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ഞങ്ങൾ പോയി ടെസ്റ്റ് നടത്തിയിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും റിസൾട്ട് വന്നപ്പോൾ ആദ്യത്തെ 2 റിസൾട്ടാണ് വരാനുണ്ടായിരുന്നത്. ആദ്യത്തെ റിസൾട്ടിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2ാമത്തെ റിസൾട്ട് ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ വന്നു, അതിലും ഒരു കുഴപ്പവുമില്ല. ക്രോമസോമിൻ്റെ പ്രശ്നങ്ങളോ ഒരു വൈകല്യത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് റിസൾട്ട് വന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഫ്ലൂയിഡ് ലീക്കേജോ ഒരു പ്രശ്നങ്ങളോ ആ സമയത്ത് വന്നില്ല. അത് കഴിഞ്ഞ് ഡോക്ടറിന് വീണ്ടും കൊണ്ട് റിസൾട്ടുമായിട്ട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട, നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ ഹോസ്പിറ്റലിൽ പോയി. അത് കഴിഞ്ഞ് 9-ാം മാസം വീണ്ടും സ്കാനിങ് ചെയ്തപ്പോഴും മൂക്കിൻ്റെ ബോൺ വന്നിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് 9-ാം മാസം പൂർത്തിയായി കുഞ്ഞ് ജനിക്കുന്ന സമയമായപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കിങ്ങനൊരു ടെസ്റ്റ് നടത്തിയത് കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് സാധാരണയായിട്ടുള്ള ഒരു പ്രശ്നം വരില്ല, അതിനാൽ തന്നെ നിങ്ങൾക്ക് സിസേറിയനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ ദൈവം അത്ഭുതകരമായ വിടുതൽ തന്നു. സാധാരണ നോർമൽ ഡെലിവറിയിലൂടെ തന്നെ ദൈവം കുഞ്ഞിനെ തന്നു. അതുമാത്രമല്ല, കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിൻ്റെ മൂക്കിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഡോക്ടർമാർക്ക് വരെ അത്ഭുതമായിരുന്നു. കാരണം അവരുടെ സ്കാനിങ് റിപ്പോർട്ടിൽ എല്ല് ഇല്ല, കുഞ്ഞിൻ്റെ മൂക്ക് വളരെ വികൃതമായ രീതിയിൽ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു കുഴപ്പമില്ല, ദൈവം എൻ്റെ കുഞ്ഞിനെ തന്നു. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ കോണ്ടും കാറ്റുണ്ടി വാനദേശത്തിൽ പ്രിയനെ എന്നെ വിടല്ലേ, കോണ്ടും കാറ്റുണ്ടി വാനദേശത്തിൽ പ്രിയനെ എന്നെ വിടല്ലേ, കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങു തീർക്കണേ, കൊതിയോട് ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങു തീർക്കണേ, നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാം യേശു കാരുണ്യം, നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാം
യേശു കാരുണ്യം ഓരോന്നോരോന്നായി ധ്യാനിപ്പാനീട് നല്ല സന്ദർഭം ആകുന്നു. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനീട് നല്ല സന്ദർഭം ആകുന്നു. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനീട് നല്ല സന്ദർഭമാകുന്നു. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനീട് അഗ്നി 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 ഉയരത്തിലെ അഗ്നി നിങ്ങളെ ലാക്കാക്കി ഓരോ ആത്മാവിനെയും ലാക്കാക്കി ഉയരത്തിലെ കൃപ ഉയരത്തിലെ അഭിഷേക തീ ആരാധനയുടെ ആരംഭത്തിൽ തന്നെ യെസ് ഐ ആം നോട്ട് ലൈയിങ്. ഞാൻ കള്ളം പറയുന്നില്ല. നിന്റെ ശിരസിന്മേ ദൈവത്തിന്റെ തിരുക്കരം. ആമേൻ. ഉള്ളുകൾ തുറക്കപ്പെടുന്നു. വചന കേൾവിക്കായി ഉള്ളുകൾ തുറക്കപ്പെടുന്നു. ക്ലൻസ് എവരിവൺ. ഓരോ വ്യക്തിയെയും സ്വർഗം ശുദ്ധീകരിക്കണമേ. യേശുവിനെ പോലെ തന്നെ ഞങ്ങളെ ശുദ്ധീകരിക്കണമപ്പാ. അങ്ങയുടെ മക്കൾക്ക് വേണ്ട ദൂത് അടിയന്റെ നാവിൽ ദൈവം ഇട്ടുതരണമേ. അങ്ങ് സംസാരിക്കണം. ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം വചനം. റോമൻസ് ചാപ്റ്റർ 8 verse 31. ரோமாபுரியாருக்கு எழுதின திருவசனம் 8-ாம் அதிகாரம் 31-ாம் வசனம். தெய்வம் நமக்கு அனுகூலம் எங்கில் பிரதிகூலம் ஆர். If God is for us, who can be against us? தேவன் நம்முடைய பட்சத்தில் இருந்தால் நமக்கு விரோதமாய் இருப்பவன் யார்? தேவன் நமக்கு பட்சத்தில் இருந்தால் நமக்கு விரோதமாய் இருப்பவன் யார்? தெய்வ பிரீதி, தெய்வ பிரசாதம், ദൈവത്തിൻ്റെ അനുകൂലം നമുക്ക് ലഭിച്ചാൽ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നത് എന്ത്, അല്ലെങ്കിൽ നിൽക്കുന്നവൻ ആർ? ഒരുവനുമില്ല. ആമേൻ. None can stand against you. ആർക്കും ക്രിസ്തു ഭക്തന് വിരോധമായി നിൽക്കുവാൻ കഴിയുകയേയില്ല. കണ്ടീഷൻ ഒന്ന്, ദൈവം നമ്മുടെ അനുകൂലം ആകണം. കോമളൻ വീട്ടിൽ ഏറ്റവും ഇളയവൻ, നെഗ്ലിജന്റ് ഫിഗർ, അപ്പനാൽ പോലും അവഗണപ്പെടുത്തപ്പെട്ടവൻ. ആർക്കും ഇവനെ വേണ്ട. ഏലിയാബ് മൂത്ത സഹോദരൻ പോലും ഇവനെ ഗണ്യമാക്കിയില്ല. ജനകൻ ഏസാബ് പോലും ഇവനെ ലാളിച്ചില്ല. ഇവൻ്റെ പേരാണ് ദാവീദ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ്റെ മുമ്പിൽ നിന്നത് ഒരു ബലഹീനനല്ല, ജയന്റ്,
ബലവാൻ, പ്രാപ്തൻ, പൊക്കമുള്ളവൻ, ഉച്ചം തല മുതൽ ഉള്ളം കാലുവരെ സകല സജ്ജീകരണമും, മുമ്പിൽ ആയുധവാഹനൻ, ദാവീദിനേക്കാൾ പൊക്കം, ബലം, സാമർത്ഥ്യം. പക്ഷേ ദൈവം എഴുന്നേറ്റാൽ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകും. സങ്കീർത്തനം 68:1. തൻ്റെ ഇടയസഞ്ചിയിൽ തോട്ടിൽ നിന്ന് ദാവീദ് ശേഖരിച്ചു വച്ചിരുന്ന 5 മിനുസമുള്ള കല്ല് 5 ശത്രുവിൻ്റെ ലാക്കാക്കി വാരി എറിഞ്ഞപ്പോൾ അവൻ്റെ നെറ്റിയിൽ ഒന്ന് കൊണ്ട് എന്നല്ല വചനം നമ്മെ പഠിപ്പിക്കുന്നു. David the shepherd boy, the Bible says he picked only one stone. ഒരു കല്ലെടുത്ത് അവൻ്റെ നെറ്റിക്ക് തന്നെ എറിഞ്ഞ്. ആമേൻ. ദൈവത്തിൻ്റെ ബലം. പിന്നെ അവനെ കൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല, ചെത്ത് വീണ്. ഐ റിപ്പീറ്റ്, ഗാഡ്സ് പ്രോമിസിംഗ് വേർഡ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്ത വചനം ഞാൻ ആവർത്തിക്കുന്നു. ദൈവം എഴുന്നേറ്റാൽ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദാവീദിൻ്റെ ശത്രു നിലത്തടിച്ച് വീണ്. പുതിയ നിയമഭാഗത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ കൺമണി പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ 13:11 കർത്താവിൻ്റെ നിയമനപ്രകാരം കർത്താവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ സൈപ്രസ് ദ്വീപിൽ പാർലമെൻറ്റിൽ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പൗലോസ് കർത്താവിൻ്റെ സുവിശേഷ വചനവുമായി നിൽക്കുന്നു. ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെ അരികിൽ ഒരു കള്ളപ്രവാചകൻ, 2 പേരുള്ള കള്ളപ്രവാചകൻ, ബർ യേസു അല്ലെങ്കിൽ എലിമാസ്, കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ അടുത്തൽ, രക്ഷയുടെ ശക്തിയുടെ അരുകിൽ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി അടുത്തപ്പോൾ കള്ളപ്രവാചകൻ തടുത്ത്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ആ പാർലമെൻറ്റ് ഫ്ലോറിൽ വച്ച് തന്നെ പൗലപ്പോസ്തലൻ ആത്മനിറവിൽ നിറഞ്ഞ് മുഷിഞ്ഞു നോക്കി ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ, കള്ളപ്രവാചകൻ കുരുടനായി. ആമേൻ. ഈ ദൈവമാണ് എൻ്റെ ദൈവം, ഈ ദൈവമാണ് നിങ്ങളുടെ ദൈവം. ആമേൻ, ആമേൻ. അവൻ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവം അനുകൂലമെങ്കിൽ നിനക്ക് പ്രതികൂലം ആർ? ഹല്ലേലൂയ. ആർക്ക് ദൈവം അനുകൂലമാകും? അതാണ് ചോദ്യം. To whom God is favorable, to whom God is pleasing. ആർക്ക് ദൈവപ്രീതി ലഭിക്കും? ആരോട് ദൈവം കടാക്ഷിക്കും? ആർക്ക് ദൈവം അനുകൂലമാകും? നമ്പർ 1, ഐസയ 66:2 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അരിഷ്ടനും മനസ്സ് തകർന്നവനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നവനായ മനുഷ്യന് ദൈവം കടാക്ഷിക്കും. വാ തുറക്കണം. സ്തോത്രം പറയാൻ പിശുക്ക് കാട്ടരുത്. നമ്മുടെ നാവിൽ നിന്ന് സ്തോത്രം സ്തുതി മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അരിഷ്ടനും മനസ്സ് താഴ്മ ഉള്ളവനും മനസ്സ് തകർന്നവനും ഹൃദയ തകർച്ചയോട് നിലവിളിക്കുന്നവനും ദൈവത്തിൻ്റെ അരുളപ്പാടിൻ്റെ മുമ്പിൽ, വാഗ്ദത്ത വചനത്തിൻ്റെ മുമ്പിൽ, ദൈവ ശബ്ദത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യന് ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ കടാക്ഷിക്കും, ഞാൻ അനുകൂലമായിരിക്കും. നമ്പർ 1. രണ്ടാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സദൃശവാക്യം 8-ാം അധ്യായം 35-ാം വചനത്തിൽ ദൈവത്തെ കണ്ടെത്തുന്നവൻ
ജീവനെ കണ്ടെത്തുന്നു. ആ ജീവനെ കണ്ടെത്തുന്നവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. ആമേൻ. രാജാതി രാജാവിന്, നിന്നെ നിർമ്മിച്ചവന്, നിനക്ക് ആയുസ് തന്നവന്, മരണാന്തരം നിത്യജീവൻ നിനക്ക് വാഗ്ദത്തം പറഞ്ഞവന്, ഏക സത്യ ദൈവത്തെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. അവൻ ദൈവത്തിൻ്റെ കടാക്ഷം പ്രാപിക്കുന്നു. നമ്പർ 2. മൂന്നാമതോ സതിസവാക്യം 12:2 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ഉത്തമൻ യഹോവയുടെ പ്രസാദം പ്രാപിക്കും. ഉത്തമൻ ഉത്തമൻ ഉത്തമന് യഹോവയുടെ കടാക്ഷം ലഭിക്കും. ഉത്തമ മനുഷ്യന്, ഉത്തമ സ്ത്രീക്ക് യഹോവയുടെ അനുകൂലം ലഭിക്കും. നാം ആദ്യം ധ്യാനിക്കുവാൻ പോകുന്നത് ഐസയ പ്രവചനം 66:2. ആ വചനത്തിൻ്റെ കാതലായ ഭാഗം ദൈവം അരുളി ചെയ്യുന്നു, എൻ്റെ ശബ്ദത്തിങ്കൽ, എൻ്റെ അരുളപ്പാടിൻ്റെ മുമ്പിൽ, എൻ്റെ നാവ് ഉച്ചരിക്കുന്ന നിത്യ ജീവവചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നവൻ എവനോ അവന് ദൈവമായ ഞാൻ അനുകൂലം. ആമേൻ. ഹല്ലേലൂയ. വിറയ്ക്കുക, വിറയ്ക്കുക. Trembling does not mean shaking your body, but it means obedience. വിറയ്ക്കുക, ദൈവവചനത്തിങ്കൽ വിറയ്ക്കുക എന്നാൽ ശരീരത്തെ ഇട്ട് കുലുക്കുക എന്നല്ല, ആ ശബ്ദത്തിങ്കൽ നാം വെളിപ്പെടുത്തുന്ന നമ്മുടെ ഹൃദയത്തിലേക്കുള്ള അനുസരണം. മനസ്സിലായോ? ആമേൻ. ശരീരത്തെ ഇട്ട് വിറപ്പിക്കുന്നത് അല്ല. വിറയ്ക്കുക എന്നാൽ നാം ദൈവസന്നിധിയിൽ കാട്ടുന്ന അനുസരണം. ഒബീഡിയൻസ് ഈസ് ട്രംബ്ലിംഗ്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 18, 19, 20 വചനങ്ങളിൽ സീനായി പർവ്വതത്തിൻ കൊടുമുടിയിൽ ഇരുന്ന് യഹോവ ദൈവം ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്തു. ആ ദൈവശബ്ദം അവിടെ പഞ്ചഗ്രന്ഥത്തിൽ 2-ാമത്തെ ഗ്രന്ഥം പുറപ്പാട് പുസ്തകത്തിൽ പ്രവാചകൻ മോശെ എഴുതുന്നു. പുറപ്പാട് 20, 18, 19, 20 ദൈവശബ്ദം കേട്ടപ്പോൾ കാഹളനാദത്തിൻ്റെ ധ്വനി. ദൈവശബ്ദം അവർ കേട്ടപ്പോൾ ആ പർവ്വതം തീ കൊണ്ട് നിറഞ്ഞ് പുകഞ്ഞ്. ദൈവശബ്ദം അവർ കേട്ടപ്പോൾ ഇടിമുഴക്കം പോലെ. ദൈവശബ്ദം അവർ കേട്ടപ്പോൾ മിന്നൽ അടിച്ചതുപോലെ ജനമാർത്ത് ഭയപ്പെട്ട് നിലവിളിച്ച്, stop, our God is talking to us. Instead our prophet Moses talked to us. ദൈവം സംസാരിച്ചത് മതി, ഞങ്ങളുടെ ചെവിപ്പറകൾ പൊട്ടി. മോശേ, അങ്ങ് സംസാരിക്കണമേ. അത്ര ഭയങ്കര ശബ്ദം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന. ദൈവശബ്ദം കേട്ടപ്പോൾ ഇസ്രായേൽ ജനം വിറച്ചു. അപ്പോൾ മോശെ വ്യാഖ്യാനിക്കും, ഈ ശരീരമിട്ട് കുലുക്കുന്നത് അല്ല അനുസരണം, വിറയ്ക്കുന്നത്. അവിടെ ഒരു വ്യാഖ്യാനം നൽകുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 20-ാം വചനത്തിൽ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു, പാപം ചെയ്യാതിരുപ്പാൻ ദൈവത്തിങ്കലുള്ള ഭയം. ആമേൻ. ഹല്ലേലൂയ. പാപം, അക്രമം, അന്യായം, ദുഷ്ടത ഞാൻ ആവർത്തിക്കാതിരുപ്പാൻ, ഞാൻ ചെയ്യാതിരുപ്പാൻ ദൈവത്തിങ്കൽ ഉള്ള ഭയം. അതാണ് അനുസരണം, അതാണ് വിറയ്ക്കുക. രണ്ടാമത് സദൃശവാക്യം 8-ാം അധ്യായം 13-ാം വചനത്തിൽ അക്രമത്തോട്, ദുഷ്ടതയോട്, ദോഷത്തോട് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വെറുപ്പ്
അതാണ് അനുസരണം. എല്ലാത്തിനും മേലായി ജ്ഞാനികൾക്കെല്ലാം ജ്ഞാനി. സഭാപ്രസംഗി തൻ്റെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായം അവസാന വരിയുടെ തൊട്ട് മുമ്പുള്ള വചനത്തിൽ സർവത്തിൻ്റെയും സാരമായി എഴുതുന്നു. പ്രസംഗി 12:13 സർവത്തിൻ്റെയും സാരം നീ കേട്ടുകൊള്ളുക, ദൈവത്തെ ഭയപ്പെടുക. ആമേൻ. ഇറ്റ് ഡസ് നോട്ട് എൻഡ് ദേർ. അവിടെ നിൽക്കുന്നില്ല. ദൈവത്തെ ഭയപ്പെട്ട് ദൈവസന്നിധിയിൽ ദൈവവചനത്തിങ്കൽ വിറച്ച് അവൻ്റെ പ്രമാണം നീ അനുസരിക്കുക. ആമേൻ. അപ്പം അതിൻ്റെ അർത്ഥം, പ്രിയമുള്ളവരെ, വിറയ്ക്കുക എന്നാൽ ശരീരം കുലുക്കുക എന്നല്ല, ദൈവശബ്ദം അനുസരിക്കുക. ആമേൻ. പൗലപ്പോസ്തലൻ ലേഖനമെല്ലാം എഴുതിയിട്ട് രത്ന ചുരുക്കമായി ഗലാത്യ സഭയോട് ഒരു ചോദ്യം ചോദിക്കും. ഈ സത്യം അനുസരിക്കാതിരുപ്പാൻ നിങ്ങളെ തടുത്തത് ആർ? ആമേ. ഗലാത്യർ 5-ാം അധ്യായം 7-ാം വചനത്തിൽ ആ മധുരവചനമുണ്ട്. ഗലാത്യർ 5:7 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന, ഞാൻ നിങ്ങളോട് വിവരിച്ച ഈ സത്യം നിങ്ങൾ അനുസരിക്കാതിരുപ്പാൻ, വിശ്വാസ ജീവിതത്തിൽ ഇടയിൽ വിട്ടോടുവാൻ, ദൈവത്തിന് പുറംകാട്ടി ജീവിപ്പാൻ, അനുസരിക്കാതിരുപ്പാൻ നിങ്ങളെ ആർ തടുത്ത്? ദൈവത്തെ അനുസരിക്കാതിരുപ്പാൻ, ദൈവശബ്ദം കേട്ട് അതുപോലെ വിട്ടുവിടുവാൻ, സത്യം അനുസരിക്കാതിരുപ്പാൻ നമ്മെ തടുക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ട്. ഒന്ന്, നമ്മുടെ ഹൃദയ കാഠിന്യം. ആമേൻ. 2, നമ്മുടെ നിഗളഭാവം. 3, ലോകത്തോടുള്ള അതിർവിട്ട സ്നേഹം. 4, സ്വന്ത വിവേകം. ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെയുള്ള യു ആർ ലീനിങ് ഓൺ യുവർ ഇന്റലക്ച്വൽ പവർ. സ്വന്ത വിവേകം, സ്വന്ത വിവേകത്തിൽ ഊന്നി ജീവിക്കുക. ഹൃദയ കാഠിന്യം, നിഗളഭാവം, ലോകസ്നേഹം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സ്വന്ത വിവേകം. ഒന്നാമത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന എബ്രായർ 3-ാം അധ്യായം 8-ാം വചനത്തിൽ സത്യം അനുസരിക്കാതിരുപ്പാൻ നമ്മെ തടുക്കുന്ന ആദ്യ ഘടകം മനുഷ്യൻ്റെ ഹൃദയ കാഠിന്യം. കർത്താവ് ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിക്കും, ഇരുളിൻ്റെ കരത്തിൽ നിന്ന് മോചിക്കുമെന്ന് പറഞ്ഞ ആ നാളികയിൽ തന്നെ 430 ആണ്ടുകൾ ബാർഡർ കഴിഞ്ഞ ആ രാത്രിയിൽ തന്നെ തൻ്റെ ജനത്തെ ദൈവം മോചിച്ച് തൻ്റെ വാക്ക് വലിയവനായ ദൈവം പാലിച്ചു. ദൈവം അവർ പുറപ്പെടുമ്പോൾ പറയുന്നത്, ഏത് അവസ്ഥ വന്നാലും എൻ്റെ മക്കളെ പുറകോട്ട് നോക്കരുതേ. പുറപ്പാട് 14:15. Moses tell them to go ever forward, never go back. Never go back. നീ കരയുന്നത് എന്ത് മോശേ? നീ നിലവിളിക്കുന്നത് എന്ത് മോശേ? എൻ്റെ ജനത്തോട് നീ പറയണം, പുറകിൽ നോക്കരുത്. പുറപ്പാട് 14:15 നമ്മെ പഠിപ്പിക്കുന്നു, മുമ്പിലേക്ക് പോകുവാൻ അവരോട് നീ പറയുക. അനുനിമിഷം ദിവസം പ്രതി ഈ ജനം കാണിച്ചു കൂട്ടിയത് ആ വാക്കിനോടുള്ള ഒരു വെല്ലുവിളി. നിന്ന് കൂട്ടം കൂടി എപ്പോഴും പുറപുറത്ത് നമുക്ക് മടങ്ങിപ്പോകാമെന്ന് തീർമാനമെടുത്ത് സംഖ്യ 14:4 we will stop here, we will take a decision, we will find out the captain among us and we will go back. നമുക്കൊരു തലവനെ നിശ്ചയിച്ച് പുറകോട്ട് മടങ്ങിപ്പോകാം. ഹൃദയത്തിൻ്റെ കാഠിന്യം ലോകത്തിലുള്ള മറ്റാളുകളെ പോലെ അല്ല
തൻ്റെ ഇസ്രായേൽ ജനത്തെ അന്നും ഇന്നും, ആമേൻ, അന്നും ഇന്നും, അന്നും ഇന്നും ഇസ്രായേൽ ജനത്തെ എൻ്റെ ദൈവം പോറ്റി പുലർത്തുന്നത്. നീ പുതിയ നിയമ ഇസ്രായേൽ ജനമാണ്. നിന്നവൻ കൈയൊഴിയുമോ? നിന്നവൻ ഉപേക്ഷിക്കുമോ? ബൈബിൾ വീണ്ടും വീണ്ടും ആവർത്തനം 7:6, പുറപ്പാട് 19:5 കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ജനം എൻ്റെ ജനം, എൻ്റെ ജനം. പുറപ്പാട് 3:7, മൈ പീപ്പിൾ, മൈ ജനറേഷൻ. 2, എൻ്റെ സ്വന്തം ജനം. ആമേൻ. ഈ ഇസ്രായേൽ ജനം ദൈവം അരുളി ചെയ്യുന്ന എൻ്റെ ജനം, എൻ്റെ സ്വന്തം ജനം, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, എൻ്റെ പ്രത്യേക സമ്പത്തായ ജനം. മറക്കരുത്, മറക്കരുത്. ഈ വാക്തത്വം നിനക്കും എനിക്കുമുള്ളതാണ്. ആമേൻ. നീ അവനുള്ളവൻ, നീ അവൻ്റെ സ്വന്തം, നീ അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, നീ അവൻ്റെ പ്രത്യേക സമ്പത്ത്. സ്വന്തം ജനം, ദൈവത്തിൻ്റെ ജനം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്ത്. അങ്ങനെയാണെങ്കിൽ മോശയോട് കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ ഭരിക്കുന്ന രാജ ഞാനാണ്. ആമേൻ, ആമേൻ. നിങ്ങളെ നയിക്കുന്ന ദൈവം, രാജാതി രാജാവും ഞാൻ തന്നെ. ഫിലിസ്തീർക്കും അമേൽക്കിയ ജാതി ജനത്തിനും മറ്റാളുകൾക്കും ഉള്ളതുപോൽ ഒരു അരസൻ, ഒരു രാജ, അത് ഞാൻ തന്നെയാണ്. ആമേൻ. രാജാതി രാജാവും ഞാൻ തന്നെയാണ്. ഇവിടെ ഹൃദയ കാഠിന്യ മുഖാന്തരം 1 സാമുവേൽ 8-ാം അധ്യായം 6-ാം വചനത്തിൽ, 1 സാമുവേൽ 8-ാം അധ്യായം 19-ാം വചനത്തിൽ, 1 സാമുവേൽ 8-ാം അധ്യായം 20-ാം വചനത്തിൽ വീണ്ടും വീണ്ടും 3 പ്രാവശ്യം ബഹളം കൂട്ടി, അവർക്ക് ഉള്ളതുപോൽ ഞങ്ങൾക്കും ഒരു മനുഷ്യ രാജാവിനെ തരണമേ എന്ന് നിലവിളിച്ചു. അവർക്ക് ഉള്ളതുപോൽ ഒരു വിഗ്രഹ ദൈവത്തെ, പുറപ്പാട് 32 ഞങ്ങൾക്ക് തരണമേ. They disowned God, the King and King of Kings. രാജാവിനെ, ദൈവമാം രാജാവിനെ, രാജാതി രാജാവാം ദൈവത്തെ അവർ വിട്ട് ഓടി, വിലകി, ഉപേക്ഷിച്ചു. ഹൃദയ കാഠിന്യം. ദിവസം പ്രതി മന്ന സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടും മുമ്പ് ഒരു ഫ്രിഡ്ജ്, മണൽ തറയിൽ മഞ്ഞിൻ്റെ ഒരു കിടപ്പ്, ഫ്രിഡ്ജ്. മഞ്ഞിനെ വർഷിപ്പിച്ചിട്ട് മന്നയിൽ മണ്ണോ അഴുക്കോ പെടാതിരുപ്പാൻ മഞ്ഞിൻ്റെ മുകളിൽ ദൈവം മന്നയെ വർഷിപ്പിച്ചു. അപ്പാ അങ്ങേക്ക് സ്തുതി. അവർക്കത് മടുത്ത്, we want flesh, we want flesh meat. ഞങ്ങൾക്ക് ഇറച്ചി വേണം. ഇറച്ചി തിന്നുമ്പോൾ പല്ലിൻ്റെ ഇടയ്ക്ക് ഇരുന്നപ്പോൾ തന്നെ ഇറച്ചിയും മന്നയും തന്ന ദൈവത്തെ അവർ പിറുപിറുത്ത്. സംഖ്യ 11:33. ഹൃദയ കാഠിന്യം നിമിത്തം സത്യത്തോട് ദൈവസന്നിധിയിൽ അനുസരിക്കാതിരുപ്പാൻ അവർ എതിർത്ത് നിൽക്കുന്ന ഈനോക്കിനെ പോലെ. സഹോദരങ്ങളെ, ദൈവത്തോട് നമുക്ക് ആത്മബന്ധം പുലർത്താം. ഈനോക്കിനെ പോലെ, ആബ്രഹാമിനെ പോലെ ദൈവത്തോട് നമുക്ക് സഖിത്വമുള്ളവരായിരിക്കാം. ജോസേപ്പിനെ പോലെ ദൈവസന്നിധി നമുക്ക് അനുസരണം കാണിക്കാം. മോശയെ പോലെ ഈ ഭൂമിയിലെ ഏറ്റവും അധികം താഴ്മ ഉള്ളവരായി മാറാം. അവൻ്റെ ശബ്ദത്തിങ്കൽ എതിർത്ത് നിൽക്കരുതേ.
നമുക്ക് അനുസരിക്കാം. രണ്ടാമത് നിഗളഭാവം. നിഗളഭാവം മനുഷ്യൻ ഏതിൽ നിഗളിക്കുന്നു? ജെറേമിയ 9:23 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, നിഗളിക്കരുത്. ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്, നിഗളിക്കരുത്. ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, നിഗളിക്കരുത്. പ്രശംസിക്കുന്നവൻ നിന്റെ മുകളിൽ ഒരു ദൈവമുണ്ട്, അത് മറക്കരുത്, അത് മറക്കരുത്. നിന്റെ മുകളിൽ ഒരു ഏക സത്യ ദൈവമുണ്ട്. അവൻ ജെറമ്യ 9:23 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു, അവൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നുള്ള സത്യത്തെ ഗ്രഹിക്കുന്നതിൽ തന്നെ നീ പ്രശംസിക്കണം, അല്ലെങ്കിൽ പിടിവിട്ടു പോകും. എന്തെങ്കിലും ഉള്ളതിൽ ആൺമക്കളോ പെൺമക്കളോ സുന്ദരനോ സുന്ദരിയോ വീടോ വീടുകളോ ഡോക്ടറേറ്റോ പഠിത്തമോ ആരോഗ്യമോ എല്ലാം ബാങ്ക് ബാലൻസോ എന്തെങ്കിലും ഉള്ളതിൽ നീ പ്രശംസിക്കാതെ അത് തന്ന ഒരു ദൈവമുണ്ടല്ലോ, കൈകളെ തട്ടി അവനിൽ പ്രശംസിക്കുക, അവനിൽ പ്രശംസിക്കുക. അല്ലാത്തതിൻ്റെ പേര് നിഗളഭാവം, അഹങ്കാരം. യാക്കോബ് 4:6 1 പത്രോസ് 5:5 ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മ ഉള്ളവർക്കോ ദൈവം കൃപ കാട്ടുന്നു. ആമേൻ. ദൈവം കൃപ ചെയ്താൽ അവന് ഉയർച്ച, അവന്റെ തലമുറയ്ക്ക് ഉയർച്ച, അവനും അവളും അനുഗ്രഹം. മിഖായേൽ ദൈവത്തിൻ്റെ യുദ്ധം ചെയ്യുന്നവൻ മിഖായേൽ. ഗബ്രിയേൽ ദൈവത്തിൻ്റെ ദൂത് വാഹിനി. ഇതിൻ്റെ ഇടയ്ക്കൊരു വിദ്വാനുണ്ട്, അത് മലയാളത്തിൽ നല്ല ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. ഐസ്യ 14:12 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന അരുണോയ പുത്രനായ ശുക്രൻ. ഐസ്യ 14:12 അരുണോയ പുത്രനായ ശുക്രൻ മിഖായേലിനെ പോലെ ഗബ്രിയേലിനെ പോലെ ഒരു ഡിവൈൻ കർത്തവ്യത്തിനായി സ്വർഗത്തിലെ ദൈവം നിയോഗം ചെയ്ത്, അവൻ്റെ പേര് ഇംഗ്ലീഷ് ബൈബിളിൽ ലൂസിഫർ. ലൂസിഫർ ദാരിദ്ര്യവാസിയല്ല, ലോകസമ്പന്നൻ. ദ മോസ്റ്റ് റിച്ചസ്റ്റ്. എസെക്കിയേൽ 28:13 വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന വജ്രം മുതൽ മാണിക്യം വരെ അവൻ്റെ വസ്ത്രം അവനെ മൂടിയിരിക്കും. ദ മോസ്റ്റ് റിച്ചസ്റ്റ്. അതിന് തൊട്ടുമുമ്പുള്ള വചനം പഠിപ്പിക്കുന്ന അവൻ ജ്ഞാനസമ്പൂർണൻ, സൗന്ദര്യ സമ്പൂർണൻ. ഇനി എന്ത് വേണം? പണമുണ്ട്, സമ്പത്തുണ്ട്, ബുദ്ധി ഉണ്ട്, സൗന്ദര്യമുണ്ട്. ഇതെല്ലാം ഉണ്ടായപ്പോൾ ഐസ്യ 14 എസെക്കിയേൽ 28 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പറഞ്ഞ, ഹൃദയത്തിൽ ഗർവിച്ചു പറഞ്ഞ ഒരു വാക്ക്, ഞാൻ ദൈവത്തിന് സമനാകും. പണമുണ്ട്, ബലമുണ്ട്, ധനമുണ്ട്, ആരോഗ്യമുണ്ട്. അവൻ ഉള്ളിൽ ഗർവിച്ച് പറഞ്ഞത് സ്വർഗമറിഞ്ഞ്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു ഐസ്യ 14:13 ദൈവം അവനെ വെട്ടി നിലത്തിൽ തള്ളിയിട്ട്, അവനാണ് ഇന്നത്തെ പിശാച്. ആമേൻ. നിഗളഭാവം നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ഗർവം നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ദൈവ ശബ്ദം ശ്രദ്ധിച്ച് കേട്ടനുസരിക്കാതിരുപ്പാൻ നിന്നെ പിടിച്ചു വയ്ക്കും. ഹൃദയ കാഠിന്യം അനുസരിക്കാതിരുപ്പാൻ, വചനം അനുസരിക്കാതിരുപ്പാൻ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു.
നിന്നെ തടുക്കും. മൂന്നാമത് ലോകസ്നേഹം. യാക്കോബ് ലേഖനം 4-ാം അധ്യായം 4-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ് ഈസ് എനിമിറ്റി വിത്ത് ഗാഡ്. മനസ്സിലായോ? ആമേൻ. ലോകസ്നേഹം ഈ സത്യ ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിൽ എന്തുകൊണ്ട്? കൺമോഹമുണ്ട്, ജഡമോഹമുണ്ട്, ജീവനത്തിൻ്റെ പ്രതാപമുണ്ട്. 1 യോഹന്നാൻ 2:15. ഇത് 3 കവിഞ്ഞ് വേറെ ഒന്നും ഇവിടെയില്ല. ആകയാൽ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലപ്പോസ്തലൻ എഴുതുന്നു, നിങ്ങളുടെ ശ്രദ്ധ ഉയരത്തിലാകണം, ഭൂമിയിലാകരുത്. ഇത് തീക്കായി ഈ ഭൂമി ദൈവം വച്ചിരിക്കുന്നു. സെറ്റ് യുവർ അഫെക്ഷൻ, കൊലോസ്യർ 3:2. സെറ്റ് യുവർ അഫെക്ഷൻ ഓൺ ഹൈ, നോട്ട് ഓൺ ദി എർത്ത്. നിങ്ങളുടെ ഗംഭം, നിങ്ങളുടെ ഉല്ലാസം, നിങ്ങളുടെ ആനന്ദം ഭൂമിയിൽ നശിച്ചു പോകുന്ന കൺമോഹം, ജഡമുഖത്തിലല്ല, ഉയരത്തിലെ ഒരു ദൈവമുണ്ട്, സ്നേഹസ്വരൂപൻ. അവനിൽ തന്നെ നിന്റെ മോഹം ആയിരിക്കണം. ആമേൻ. ഹൃദയ കാഠിന്യം, നികളഭാവം, ലോകത്തോടുള്ള കമ്പം. 4-മത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സദൃശവാക്യം 3-ാം അധ്യായം 5-ാം വചനത്തിൽ ഒരു ഭയങ്കര മർമ്മം അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നീ നിന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ആമേൻ. ഉള്ളു തുറന്ന് പൂർണ്ണമായി നിന്റെ നന്മയെ കരുതി ഈ ഭൂമിയിൽ മനുഷ്യനായി ഇറങ്ങി വന്ന് സത്യ നിത്യ ദൈവം യേശുവിന് നിന്റെ ഉള്ളു പൂർണ്ണമായി തുറന്നു കൊടുക്കുക. സൗലിനെ രാജാവാക്കിയ ദൈവം അരുളിച്ചെയ്ത്, സൗലിൻ്റെ മിഷൻ, എൻ്റെ ജനം വാഗ്ദത്തത്തെ നോക്കി ഭൂമി നോക്കി വരുമ്പോൾ ഒരു ജാതി ജനം അവരെ വഴിമറച്ച് തടസ്സപ്പെടുത്തി അവർക്ക് നീ പകരം വീട്ടണം. ദാറ്റ് ഈസ് എ ഫസ്റ്റ് അസൈൻമെന്റ്. ഇവൻ തല കുനിക്കി ഞാൻ ചെയ്തോളാം എന്ന് യുദ്ധത്തിൽ പോയി ജയിച്ചടക്കുവാൻ മാത്രമല്ല അരുളി ചെയ്ത് നിർമൂലമാക്കുവാൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവ കൽപ്പനയ്ക്ക് വിരോധമായി സ്വന്തം വിവേകത്തിൽ ഇവൻ ഊന്നി ജയിച്ചടക്കി ദൈവം അരുളി ചെയ്തതോ സർവത്തെയും കൊന്നുകളയുക. ഇവനോ മേൽത്തരമായ ആട് മാട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ജീവനോട് കൊണ്ടുവന്ന് അത് തന്നെ അവൻ്റെ പരാജയമായി സ്വർഗം കണക്കെടുത്ത്. ആമേൻ. സത്യം അനുസരിക്കാതിരുപ്പാൻ നിന്നെ തടുത്തത് ആർ? ഗലാത്യർ 5:7. സത്യം ദൈവ ശബ്ദം അനുസരിക്കാതിരുപ്പാൻ ദൈവ പൈതലേ നിന്നെ തടുത്തത് ആർ? ഹൃദയ കാഠിന്യമാണോ? നികളഭാവമാണോ? ലോക സ്നേഹമാണോ? ഉന്നത ഭാവമാണോ? വിട്ടുവരുക. ഈ ദുർസ്വഭാവം ഉള്ള ഒരുത്തനും ഒരു സഹോദരിക്കും ഒരു സഹോദരനും ദൈവം അനുകൂലമായി ഇരിക്കുവാൻ കഴിയുകയേയില്ല. ജോഷുവയ്ക്ക് കിട്ടിയതുപോലൊരു മാനം മരുഭൂമിയിൽ നിന്ന് ജോഷുവ നിലവിളിക്കുന്നു, ഏ സൂര്യ നീ നിൽക്കുക, ഏ സൂര്യ നീ നിൽക്കുക. ജോഷുവ 10:14 അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ്റെ നിലവിളി ദൈവം കേട്ട് ദൈവം അനുസരിച്ച് കൈകളെ തട്ടി. ഭക്തന്റെ നിലവിളി ദൈവം കേട്ട് ദൈവം അനുസരിച്ച്. ഇവിടെ ഒരു പട്ടാളക്കാരൻ്റെ കുടുംബം ഇവിടെ വരാറുണ്ട്. അവർക്ക് മോന് വിവാഹം നിശ്ചയമായി.
മോന് സ്വന്തമായി ഒരു ഭവനം വയ്ക്കുവാൻ തീരുമാനിച്ച് പുരോഹിതനെ കൊണ്ടുകൊണ്ട് അതിൻ്റെ കാർണർ സ്റ്റോൺ മൂലക്കല്ല് ഇടുന്ന നാൾ, ബേസ്മെൻറ്റിൻ്റെ മൂലക്കല്ല് ഇടുന്ന നാൾ, മോൻ പട്ടാളത്തിൽ കാശ്മീരിൽ, ഇവിടെ മൂലക്കല്ല് ഇടുമ്പോൾ അവൻ ഊമയായി. പട്ടാളം ഓട്ടം തുടങ്ങി. പട്ടാള മേധാവി വീട്ടിൽ വിളിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകളാണല്ലോ, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മോൻ ഇത്ര സമയം മുതൽ ഊമയായി. ഇവിടെ ബേസ്മെൻ്റ് ഇടുമ്പോൾ അവന് പിശാസ് കെട്ടി, ഇവനൊരു നന്മ അനുഭവിക്കാതിരിപ്പാൻ. അപ്പോഴാണ് ബ്രദർ, അവിടെ നിങ്ങൾക്ക് പോകാൻ കഴിയത്തില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിച്ച സെക്കൻഡിൽ കാശ്മീരിൽ ഇരുന്ന പട്ടക്കാരൻ്റെ ഊമക്കെട്ടുകൾ പൊട്ടി അവൻ സംസാരിക്കാൻ തുടങ്ങി. ആമേൻ, ആമേൻ, ആമേൻ. നീ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ, നീ ക്രിസ്തുവിൽ മരിപ്പാൻ, നീ ക്രിസ്തുവിൽ ഉണരുവാൻ, നീ ക്രിസ്തുവിൽ സദാകാലം സ്വർഗത്തിൽ ഇരുപ്പാൻ വേണ്ടിയാണ് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നത്. അല്ലാതെ കിട്ടിച്ചിടാ പൂച്ചക്കുട്ടി എന്ന് വിട്ടിട്ട് ഓടുവാനല്ല. വിട്ടിട്ട് ഓടുന്ന ഒരുവനെയും ദൈവം വിടുന്നതായി ഉദ്ദേശമില്ല. ആമേൻ. കൈതട്ട് വരുന്നില്ല, സ്തുതി സ്തോത്രം വരുന്നില്ല. ആമേൻ. കേട്ട് അനുസരിച്ച്. ജോഷിയുടെ ദൈവമാണ് സുന്ദർ സിംഗിൻ്റെ ദൈവം, സുന്ദർ സിംഗിൻ്റെ ദൈവമാണ് നിന്റെ ദൈവം. കേട്ട്, നിന്റെ നിലവിളി കേട്ട് അനുസരിക്കുന്നവൻ, നിന്റെ നിലവിളിയും പ്രാർത്ഥനയും യാചനയും അവൻ കേട്ട് നിന്നെ അനുസരിക്കണമെങ്കിൽ നീ അവൻ്റെ വചനം കേട്ട് നീയും അനുസരിക്കണം. ആമേൻ, ഹല്ലേലൂയ. മനക്ലേശതരങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശതരങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായ ഉറച്ചവനെ. തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായ ഉറച്ചവനെ. വാഴ്ത്തുമേ പോരാ, ഈ പാട്ടും കയ്യടിയും പോരാ. ആമേൻ. എല്ലാം കൈകൾ തട്ടി ഉച്ചത്തിൽ റബ ശന്ധന ശാലത. എന്റെ ഇടതുഭാഗത്തിൽ സെന്ററിൽ നിന്ന് തൊട്ടുപുറകിൽ തന്റെ പ്രിയപ്പെട്ടവൻ വിദേശത്തിൽ രോഗത്തോട് കഴിയുന്ന തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി, his sickness is in his kidney, കിഡ്നിയിൽ രോഗിയായി വിദേശത്തിൽ കഴിയുന്ന തന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി നിലവിളിക്കുന്നവളെ, ജോഷയുടെ ദൈവത്തിന്റെ കരം ആ മേഖലയിൽ ഇറങ്ങുന്നു. നിന്റെ പ്രിയപ്പെട്ടവനെ ദൈവം തൊടുന്ന്. കിഡ്നി സൗഖ്യമാകുന്നു, കിഡ്നി സൗഖ്യമാകുന്നു. ബാലജൻ ധനദബ റഗാലധന. ഇങ്ങനെ കൂനിയിരിക്കരുത്, കൈ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. എല്ലാരും അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ. പ്രയർ ഹാളിൽ മാത്രമല്ല, നിങ്ങളുടെ ഭവനങ്ങളിൽ പല ആളുകളുടെ ഭവനങ്ങളുടെ അകത്ത് ടാസ്ക് യുദ്ധമാണ്. നിങ്ങൾ തമ്മിൽ
போரடிக்குவான். பிசாசு, துஷ்ட பிசாசு ஒரு பவனத்தின் அகத்து பார்க்கின்ற ஆளுகளுடைய இடையில் கொண்டிருந்த சகல இருளின் கன்ஃபியூஷனும் ഇപ്പോൾ നീർമൂലമാകൻ ശുദ്ധീകരണം, ആളുകളിൽ ശുദ്ധീകരണം, വ്യക്തികളിൽ ശുദ്ധീകരണം, സംസാരത്തിൽ ശുദ്ധീകരണം, നാക്കിലും പോക്കിലും ശുദ്ധീകരണം, ഇടപാടുകളിൽ ശുദ്ധീകരണം, കുടുംബ മേഖലകളിൽ ശുദ്ധീകരണം. ആമേൻ, ആമേൻ. കുടുംബ ജീവിതത്തെ അലക്കഴിക്കുന്ന ശത്രു ചിതറി ഓടുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ ഓ ഓ ഓ ചില ആളുകളുടെ ശരീരത്തിന്റെ മാംസഭാഗത്തെ കാർന്ന് തിന്നുന്ന ചില രോഗം പിടിപെട്ട് ഡോക്ടർമാർ കൈമലർത്തി ഇവിടെ എത്തിയിരിക്കുന്നു. കർത്താവിന്റെ വചനത്തിന്റെ ജീവൻ അങ്ങനെ ഉള്ള ആളുകള് ഇപ്പോൾ തൊടുന്ന് ശപിക്കം പ്രാപിക്കുക, ശപിക്കം പ്രാപിക്കുക, ശപിക്കം പ്രാപിക്കുക. അതിര് വിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മുഖാണ്ടിരം നാട് വിട്ടാൽ എന്ത്, ആത്മഹത്യ ചെയ്താൽ എന്തുപോലും ചിന്തിച്ച് അയ്യോ ഉറക്കെ നഷ്ടപ്പെട്ട് കേട്ടിരിക്കുന്ന ആളുകള് യേശു തൊടുന്നു. Receive your breakthrough now. Receive your breakthrough now. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നെഞ്ചിൽ കൈവച്ച് നിലവിളിക്കുന്ന ചില പിതാക്കന്മാർ, ചില അമ്മമാർ, ചില പിതാക്കന്മാർ, ചില അമ്മമാർ, യേശുവിൻ്റെ ഊർജ ശക്തി, വചനത്തിൻ്റെ ജീവൻ നിങ്ങളിൽ നിറയുന്നത് ഞാൻ കാണുന്നു, നിറയുന്നത് ഞാൻ കാണുന്നു. നാക്കിൽ ക്യാൻസറുമായി നിലവിളിക്കുന്ന മാതാവേ, യേശു നിങ്ങളെ തൊടുന്നു. തടസ്സ മതിലുകൾ മാറുന്നു. വീട്ടിനകത്ത്, ആ കുടുംബത്തിനകത്ത് ഒരു കാര്യം വിചാരിച്ചാൽ നടക്കുന്നേയില്ല. വിവാഹ തടസ്സം മാറിപ്പോ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഒരു പാർപ്പിടം പണിയുവാനുള്ള തടസ്സം മാറിപ്പോ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തോട് ബന്ധപ്പെട്ട തടസ്സം ഇപ്പോൾ മാറിപ്പോ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ അഗ്നിയിൽ നിറയുക. God set you in fire. അഗ്നിയിൽ നിറയുക. ദൈവമേ, ദിവ്യ അഗ്നിയിൽ നിറയുക, 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 നിറയുക. ടീ 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 പകർന്ന തൈലം പോൽ നിന്നാമോ പാരിൽ സൗരഭ്യം വീശുന്നതാൽ. പകർന്ന തൈലം പോൽ നിന്നാമോ പാരിൽ സൗരഭ്യം വീശുന്നതാൽ. പാഴി ദൂഷി നിന്റെ നേരുഖങ്ങളിൽ എന്നെ സുഗന്ധമായി തീടണേ. പാഴി വാ തുറക്കണം, വാ തുറന്ന് പാടണം. പാഴി ദൂഷി നിന്ദ നേരുഖങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ പ്രിയനേ ജീവകാലമെല്ലാം ഈ മരോ നന്ദിയോടെ ഞാൻ പാടിടുമേ.
നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. സന്തോഷമാണോ? ഇല്ലേ? ഇവിടെ ഒരാൾക്ക് ഇല്ല എന്ന് രാവിലെ ഇയാൾ ഉണർത്തി വിട്ട്. ഇവിടെ ഒരാൾ വരും, ഭർത്താവ് ഡൈവേഴ്സിന് പേപ്പർ കൊടുത്തിരിക്കുന്നു, ബ്രദർ വിഷയം വെച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് അവൻ പുഴു പോലെ ഓടി വന്ന് ഇപ്പോൾ പറയുന്ന ആരാധനയുടെ സമയമൊന്ന് മാറ്റണം, രാവിലെ ഞങ്ങൾക്ക് ഉണരാൻ പറ്റത്തില്ല, ഭർത്താവ് വീട്ടിലുണ്ട്. ഞാൻ സമയം മാറ്റിക്കൊടുക്കാൻ ഒരു 10 മണി വരെ കിടന്നുറങ്ങാൻ. ഭാരതത്തിൻ്റെ തലസ്ഥാനം എന്തെന്ന് ചോദിച്ച്, അപ്പോൾ പട്ടാളക്കാരൻ്റെ മോന, പട്ടാളക്കാരൻ ഹൈദരാബാദിൽ, അപ്പൻ ഹൈദരാബാദിലല്ലേ, തലസ്ഥാനം അതായിരിക്കും എഴുതി വെച്ചു. വീട്ടിൽ വന്നപ്പോഴാണ് ബോധം തെളിഞ്ഞത്, അതല്ലല്ലോ, നമ്മുടെ മോഡി അപ്പൂപ്പൻ അവിടെയല്ലേ ഇരിക്കുന്നത്, തലസ്ഥാനം ഡൽഹിയാണല്ലോ. കുലുങ്ങിക്കിടന്ന് പ്രാർത്ഥന, ദൈവമേ ഇന്ന് നാളെ പേപ്പർ വാല്യുവേഷൻ, ഇന്ന് രാത്രിയിൽ തന്നെ തലസ്ഥാനത്തൊന്ന് അങ്ങോട്ട് മാറ്റണം. ഇതുപോലെ തന്നെയാണ് എല്ലാവരുമല്ല. ഐ സല്യൂട്ട് ഫോർ ദി റൈറ്റിയസ് പീപ്പിൾ. നീതിമാന്മാർക്കായി ഞാൻ വന്ദനം അറിയിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞ സംഭവം പോലെ തന്നെയാണ് അനേക ആളുകൾ. സത്യം അനുസരിക്കാതിരുപ്പാൻ നിന്നെ തടുത്തത് ആർ? ദൈവവചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നവന് ദൈവത്തിൻ്റെ അനുകൂലം ഉണ്ട്. രണ്ടാമത് സദസ്സവാക്യം 8:35 വചനത്തിൽ എന്നെ കണ്ടെത്തുന്നവൻ, ദൈവം അരുളി ചെയ്യുന്ന, ദൈവമായ എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. ജീവനെ കണ്ടെത്തുന്നവന് ദൈവത്തിൻ്റെ കടാക്ഷം അവൻ പ്രാപിക്കും, അവന് അനുകൂലമുണ്ട്. ജീവൻ, ജീവൻ ആരാണ് ജീവൻ? കർത്താവ് അരുളി ചെയ്യുന്ന, യേശു കർത്താവ് അരുളി ചെയ്യുന്ന, ഞാൻ തന്നെ ജീവൻ. ആമേൻ, ആമേൻ. ജീവാധിപതി പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നു. അപ്പോസ്തലൻ 3:14 അവൻ നമ്മുടെ ഉടയവൻ യേശു ജീവാധിപതി, ജീവൻ നായകൻ. കൈകളെ തട്ടി. യോഹന്നാൻ 1:4 അവനിൽ ജീവനുണ്ട്. യോഹന്നാൻ 11:25, മത്തായി സുവിശേഷം 25:50, യോഹന്നാൻ 5-ാം അധ്യായം 29-ാം വചനം, ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 2-ാം വചനം, 1 ദശലോക്യ 4-ാം അധ്യായം 16-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ജീവൻ ക്രിസ്തു തന്നെ. ആമേൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലൈഫ്. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ കണ്ടെത്തുന്നവൻ ജീവനായ ക്രിസ്തുവിനെ കണ്ടെത്തും, അവന് ദൈവത്തിൻ്റെ അനുകൂലം ഉണ്ട്. ആമേൻ. എങ്ങനെ കണ്ടെത്തുക? ആർ ഈ ക്രിസ്തുവിനെ കണ്ടെത്തും? ബൈബിളിൽ ഒരു 3 മർമ്മങ്ങളുണ്ട്. 3 വ്യാഖ്യാനിക്കുവാൻ സമയമില്ല. 1 മത്തായി 5:8 ഹൃദയശുദ്ധി ഉള്ളവൻ ദൈവത്തെ കാണും. ഏത് ജാതിയോ ഏത് പാർട്ടിയോ ഏത് ഭാഷയോ ഭൂമിയുടെ 7 മുക്കിലും ഉള്ളവൻ ഉള്ളു ശുദ്ധി ഉണ്ടെങ്കിൽ മരിക്കും മുമ്പ് അവൻ യേശുവിനെ കണ്ട് എത്തിയിരിക്കും. 2 എബ്രായർ 11:6 വിശ്വാസം ഉള്ളവൻ യേശുവിനെ കാണും, അവൻ കണ്ടെത്തും.
എന്താണ് വിശ്വാസം? വെറും വിശ്വാസമല്ല. മർക്കോസ് 1:15 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ആദ്യം മനസാന്തരം, തുടർന്ന് ക്രിസ്തുവിലുള്ള വിശ്വാസം. പണ്ട് ഒരു അമ്മ ഒരു സ്ത്രീ പ്രസവിച്ചാൽ ഉടനെ ചോദിക്കും, ആണോ പെണ്ണോ? അപ്പം ആ കാലമൊക്കെ പോയി, ആളുകളൊക്കെ അറിയാൻ തുടങ്ങി. ഇപ്പോൾ ഒരുത്തന് കല്യാണം നടന്ന ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി, അവൻ കെട്ടുന്നത് ആണാണോ പെണ്ണാണോ? മനസ്സിലാകുന്നില്ല. ആയിക്കഴിഞ്ഞ് ഓമനക്കുട്ടനും കല്യാണം, സീതാകുമാരിക്കും ശ്യാമളകുമാരിക്കും കല്യാണം. അത് അന്നേ പൗലപ്പോസ്തലൻ റോമർ 1:27 എഴുതി വച്ചു, ആണോട് ആണ് അവലക്ഷണം. ആമേൻ. ആണോട് ആണ് അവലക്ഷണം. പാപ സ്വഭാവം വിട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, എല്ലാം കഴിയും. സന്തോഷമില്ലേ? മർക്കോസ് 9:23 വിശ്വസിക്കുന്നവന് എല്ലാം കൂടും. വിശ്വസിക്കുന്നവള് എല്ലാം കഴിയും. രോഗം മാറട്ടെ, അത് നടക്കും. ഉദ്യോഗം വരട്ടെ, അത് നടക്കും. വീട് ഉയരട്ടെ, അത് നടക്കും. ആമേൻ, ആമേൻ. With faith all things are possible. അത് നടക്കാതിരുന്നാലോ അപ്പോഴാണ് നമ്മുടെ സ്വഭാവം വെളിപ്പെടുന്നത്. വിശ്വാസത്തിൻ്റെ മർമ്മം ദൈവജനമേ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:29 നമുക്ക് താക്കീടും ആലോചനയും ഊർജവുമായി പൗലപ്പോസ്തലൻ എഴുതി വയ്ക്കുന്ന ഫിലിപ്പിയർ 1:29 അത് ദൈവം തന്നെ വച്ചതാകുന്ന ക്രിസ്തുവിൽ എല്ലാം നടക്കാൻ വേണ്ടി വിശ്വസിക്കുന്നത് മാത്രമല്ല, അതോട് ഒപ്പം കർത്താവിന് വേണ്ടി, വചനത്തിന് വേണ്ടി, സത്യമാർഗത്തിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് വിശ്വാസം. ഫിലിപ്പിയർ 1:29 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അത് ദൈവം തന്നെ വച്ചതാകുന്നു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വരം വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാം കഴിയും, ഞാൻ വിശ്വസിക്കും. പക്ഷെ കഴിയാതിരുന്നാലും അത് വരമായി ഞാൻ സ്വീകരിച്ചു യേശുവിനെ തന്നെ ഞാൻ വിശ്വസിക്കും. 7 വട്ടം ചൂടുപിടിക്കപ്പെട്ട ഉലയിൽ ദാനിയേലിന്റെ സ്നേഹിതന്മാർ 3 പേർക്ക് ഓർഡിനൻസായി, നിങ്ങൾ വിടുവിക്കുന്ന ദേവൻ ആരെന്ന് ഞാൻ കാണട്ടെ. പറയുന്നത് പഞ്ചായത്ത് മെമ്പറിലെ കിങ്ങാണ്. 3 യുവ ഗോവളന്മാരുടെ മറുപടി ദാനിയേൽ 3:16 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഒരുവനുണ്ട്, അവൻ ഞങ്ങളെ മോചിക്കും. പക്ഷേ മോചിക്കാതിരുന്നാലും ഞങ്ങൾ വേറൊരു ദൈവത്തെ സേവിക്കുകയില്ല, അവനെ തന്നെ ഞങ്ങൾ സേവിക്കും. ഇത് അടുത്ത ലെവൽ. ഇനി 3ാമത് ഒരു ലെവലുണ്ട്. 1 എല്ലാം കൂടി കിട്ടുവാൻ വേണ്ടിയുള്ള വിശ്വാസം. 2 കിട്ടാതെ തീയിൽ കിടന്ന് പൊഴയേണ്ട അവസ്ഥ
വന്നാലും എനിക്ക് വേറെ ആരുണ്ട്? ഈ ദൈവം തന്നെ ദൈവം. മൂന്നാമത്, ഭൂമിയിൽ ഒരു മായ ഉണ്ട്. പ്രസംഗി എഴുതുന്നു 9:2 എല്ലാവർക്കും എല്ലാം ഒരുപോലെ. പ്രാർത്ഥിക്കാൻ വരുന്നവനും പ്രാർത്ഥിക്കാൻ വരാത്തവനും. ചിലപ്പോൾ ഭൂമിയിലെ മായ എല്ലാവർക്കും എല്ലാം ഒരുപോലെ. അതിൻ്റെ അർത്ഥം, നീ ഒരു സ്റ്റെപ്പ് വിട്ട് താഴെ ഇറങ്ങുമ്പോൾ നിന്റെ മുമ്പിലുള്ള ദുഷ്ടൻ ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് വിട്ട് തൽക്കാലം പൊങ്ങുന്നത് നീ കാണും. എല്ലാവരും പോയോ? അതാണ് ജെറേമിയ ചോദിക്കുന്നത്. 12:1 ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കുന്നത് സംഗതി എന്ത്? കർത്താവിൻ്റെ അടുക്കൽ ജെറേമിയ ചോദിക്കുന്നു, എൻ്റെ മുമ്പിൽ നീതിമാൻ ചെളിക്കുണ്ടിൽ നിലവിളിക്കുമ്പോൾ, നീതിമാൻ ജയിൽ തടവറിൽ നിലവിളിക്കുമ്പോൾ, വിവാഹം പോലും ചെയ്യാതെ കർത്താവിനെ സേവിക്കുവാൻ വന്ന ഞാൻ പൊട്ടക്കിണറ്റിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഉള്ള ദുഷ്ടൻ, ജെറേമിയ 12:1 ദുഷ്ടന്റെ വഴി ശുഭമായിരിക്കുന്നു. അതിൻ്റെ സംഗതി എന്ത്? ആമേൻ. അങ്ങനെ ഒരു അവസ്ഥ വന്നാലും നീ ഈ ദൈവത്തെ തന്നെ വിശ്വസിക്കണം. അതാണ് വിശ്വാസം. ആമേൻ. എന്നോട് ആ കാലത്ത് വിവാഹം ചെയ്ത എൻ്റെ സ്നേഹിതന്മാർക്ക് പറണ്ട് 10 പ്രസവിച്ചു. പക്ഷേ എന്നെ ദൈവം അങ്ങനെ അടച്ചു വെച്ച്. ഇപ്പം മനസ്സിലായോ അടച്ചതിൻ്റെ ഉദ്ദേശം? കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആമേൻ, 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 ഹല്ലേലൂയ. ഉദാഹരണം ഞാൻ ഒന്ന് പറയാം. ദൈവം നീതിമാൻ, നേരുള്ളവൻ, നിഷ്കളങ്കനെന്ന് ദൈവത്താൽ സാക്ഷീകരിക്കപ്പെട്ട് യോബുവിൻ്റെ ജീവിതത്തിൽ എല്ലാം തൊലഞ്ഞു. എല്ലാം തൊലഞ്ഞോ? ഒരാളെ കല്ലുപോലെ വെച്ചിരുന്ന്. ആരെ? അവൻ്റെ പൊന്ന് ഭാര്യ. 10 മക്കളും പോയി. എങ്ങനെ സഹിച്ചു? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ വീട് മരുവിൽ നിന്ന് പുറപ്പെട്ട കൊടുങ്കാറ്റ് ഇവൻ്റെ വീടിനെ മാത്രം ലാക്കാക്കി തകർത്ത്. എങ്ങനെ സഹിച്ചു? ശരീരത്തിൽ വെണ്ണ കൊണ്ട് കഴുകിയ സമ്പന്നൻ സുന്ദരൻ ഇപ്പോൾ ചിറങ്ങ് പിടിച്ച് തെരുവിൽ നിലവിളിക്കുന്നു. അവളുടെ വീട്ടിലുള്ള ഡോളിങ് ഒരു കുലുക്കവുമില്ല, അവൾക്കൊരു കേടുപാടുമില്ല. കാരണം ഇവൻ്റെ വിശ്വാസ ജീവിതത്തിന് ഒട്ടും ഉതകാത്ത സ്ത്രീ, ദൈവത്തെ ശപിക്കുവാൻ ദൂഷിക്കുവാൻ ആലോചന പറഞ്ഞവൾ, അവൾക്ക് ഒരു കേടുപാടുമില്ല. ഇവൻ്റെ ശരീരം നാറന്ന്, ഇവൻ്റെ മക്കൾ മരിച്ചു. എങ്കിലും കാരണം അങ്ങനെ ചിലരെ വിട്ടുവയ്ക്കും. എന്നാലും നീ കുലുങ്ങിപ്പോകരുത്. ഈ ക്രിസ്തുവിനെ തന്നെ വിശ്വസിച്ചാൽ നീ രക്തമഹത്വം കാണും. അവസാനം സദൃശവാക്യം 12-ാം അധ്യായം 2-ാം വചനം. ബൈബിൾ തുറക്കണം ബ്രദർ, ബൈബിൾ തുറക്കണം. സകല രാജ്യങ്ങളുടെ പോലീസ്കാര രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഓരോ പാർലമെൻറ്റ് സമ്മേളിക്കുമ്പോഴും തേങ്ങ അടിച്ചല്ല അവൻ തുടങ്ങുന്നത്. അവൻ യേശുവോട് പ്രാർത്ഥിച്ച് തുടങ്ങുന്നു. അതിൻ്റെ ഫലം ആ രാജ്യം അനുഭവിക്കുന്നു. ഇന്നൊരു പുതിയ പ്രധാനമന്ത്രി, പ്രസിഡൻറ്റ് ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വ്യാപാരിയാണ്.
പക്ഷെ കഴിഞ്ഞ ടെനിവറിൽ ഇസ്രായേൽ നഷ്ടപ്പെട്ട തലസ്ഥാനം അവർക്ക് തന്നെയാണ് എന്ന് ടെൽ അവീവിൽ ഇരുന്നതിനെ മാറ്റി ജെറുസലേമിൽ ട്രംപ് കൊണ്ടുവന്ന് തൻ്റെ വീറ്റോ പവർ ഉപയോഗിച്ചു. അയാളുടെ കയ്യിൽ ബൈബിൾ എടുക്കാൻ ട്രംപ് മടിക്കത്തേയില്ല. ആമേൻ. ബൈബിളെ നീ ചുമന്നാൽ ദൈവം നിന്നെ ചുമക്കും. സദസ്യവാക്യം 12:2. ഉത്തമൻ യഹോവയോട് പ്രസാദം പ്രാപിക്കുന്നു, ദുരുപായിക്കോ അവൻ ശിക്ഷ. ഉത്തമൻ യഹോവയോട് പ്രസാദം പ്രാപിക്കുന്നു. ഉത്തമന് യഹോവ ദൈവപ്രസാദമുണ്ട്, പ്രീതി ഉണ്ട്. ഉത്തമിക്ക് ദൈവത്തിൻ്റെ അനുകൂലം ഉണ്ട്. ഉത്തമന് ദൈവത്തിൻ്റെ അനുകൂലം ലഭിക്കും. ആറുത്തമൻ? സദസ്യവാക്യം 19 1 പഠിപ്പിക്കുന്ന പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. അത് വരയ്ക്കണം, അത് ഡയറിയിൽ എഴുതണം. പരമാർത്ഥതയിൽ നടക്കുന്ന ഉത്തമൻ, പരമാർത്ഥതയിൽ നടക്കുന്ന ഉത്തമി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവള് ദൈവത്തിൻ്റെ അനുകൂലം ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. നന്മയും നീതിയും ചെയ്തിട്ടും ഹാമാൻ ഉയർത്തപ്പെട്ടപ്പോൾ ഉത്തമനായ മൊർദെഖായി ഇപ്പോഴും വാച്ച്മാൻ തന്നെയാണ്. പരമാർത്ഥതയിൽ ജീവിക്കുന്ന ഉത്തമൻ, ദരിദ്രൻ, പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ, അവൻ ഇപ്പോഴും ദരിദ്രൻ തന്നെയാണ്. എങ്കിലും ഉത്തമ സ്വഭാവം വിട്ടില്ല. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ അനുഗ്രഹമായി തീരും. ദൈവം കൊണ്ട് നിർത്തിയത് ഉൽപ്പത്തി 12:10 ക്ഷാമത്തിൻ്റെ ദേശത്ത്. എങ്കിലും ആബ്രഹാം ഉത്തമ സ്വഭാവം വിട്ടില്ല. അവിടെ തന്നെ യാഗപീഠം നിർമ്മിച്ച് യഹോവയെ ആരാധിച്ചു. 12 കറ്റകളുടെ നടുവിൽ തൻ്റെ കറ്റ നിവർന്നു നിൽക്കുന്നത് കണ്ട ജോസഫിൻ്റെ ദർശനം ഭയങ്കരം. പക്ഷെ ഇവനെയോ ഇരുമ്പ് വിലങ്ങിൽ കാലുകളെ ബന്ധിച്ച് ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് ചൂട് മണലിലിട്ട് ഇളുത്ത് 2 ആണ്ടുകൾ ജയിലിൽ കൊണ്ട് ഇട്ടിട്ടും ഇവൻ്റെ ഉത്തമ സ്വഭാവം ഇവൻ വിട്ടില്ല. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. മൂത്തവൻ ഇളയവനെ സേവിക്കും. ജനിക്കും മുമ്പേ യാക്കോബിന് വാഗ്ദത്തം. പക്ഷെ അവൻ്റെ ജീവിതകാലത്ത് ഒരു വടിയോട് ഒരു പരദേശി പാപ്പർണ പോലെ അപ്പനും അമ്മയും അണ്ണനും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ജോർദാൻ കടക്കേണ്ട അവസ്ഥ വന്നിട്ടും അവൻ ഉത്തമ സ്വഭാവം തൻ്റെ ദരിദ്രത്തിലും മുറുകെ പിടിച്ചു. ആമേൻ. പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ. നഹോമി, അത് കഴിഞ്ഞാൽ റൂത്ത്. നഹോമിയുടെ ഭർത്താവ് മരിച്ചു. 2 ആൺകുട്ടികളും മരിച്ചു. അന്യരാജ്യത്തിൽ 10 ആണ്ടുകൾ വരണ്ട് ക്ഷാമത്തിൽ കഴിഞ്ഞ് ഇവൾ 3000 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ബത്ലഹേമിൽ ദാരിദ്ര്യം ഉണ്ടായപ്പോൾ ഒരു നേരം ആഹാരത്തിന് വേണ്ടി മോവാബിൽ കാൽ പതിച്ചത്. എന്നിട്ടും റൂത്തിൻ്റെ പുസ്തകം 1 അധ്യായം 20 നഖോമിയുടെ നാക്കിൽ നിന്ന് പുറത്തു വന്ന ജീവൻ്റെ വചനം
ആരും ശ്രദ്ധിക്കാതിരിക്കരുത്, കേട്ടുകൊള്ളുക. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, നഗോമി പറയുന്നു, സർവശക്തൻ എന്നോട് കയ്പായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചത് കയ്പും കണ്ണീരും കടംഭാരമും രോഗമും മാലട്ടിത്തന്മയും ഒറ്റപ്പെടുത്തപ്പെടലും ഏകാന്തതയും പരിഹാസമും. എങ്കിലും അത് അനുവദിച്ച ദൈവം ഇന്നും എനിക്ക് സർവശക്തൻ തന്നെയാണ്. And your daughter-in-law Ruth listened to her statement. അവളുടെ മരുമകൾ റൂത്ത് ഇത് കേട്ട് അവളുടെ ജീവിതത്തിൽ വന്നതും ഇപ്പോൾ ഒരു നേരം ആഹാരത്തിന് അമ്മാവി ബത്ലേഹേം വിട്ട് മോബിൽ വന്നു. ഒരു നേരം ആഹാരത്തിന് 3000 കിലോമീറ്റർ. ഇപ്പോൾ അവിടെ ആഹാരമുണ്ട്. റൂത്ത് 1:6 അവിടെ ഭക്ഷണമുണ്ട് എന്ന് ഇവർ കേട്ട് വീണ്ടും അങ്ങോട്ട് 3050 കിലോമീറ്റർ നടന്ന് ഒരു നേരം ആഹാരത്തിന് പോകുവാൻ നഗോമിയും റൂത്തും ഒരുങ്ങി നിൽക്കുമ്പോൾ റൂത്ത് പറയും, എന്നെ വിട്ടിട്ട് പോകരുതേ അമ്മാവി അമ്മേ, നിന്റെ ദൈവം എൻ്റെ ദൈവം. ആമേൻ. പരമാർത്ഥതയിൽ നടക്കുന്നവൻ ഉത്തമൻ. പരമാർത്ഥതയിൽ നടക്കുന്ന ഉത്തമൻ. ദാരിദ്ര്യത്തിൽ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. ആമേൻ. ഹല്ലേലൂയ. ഒരു നേരം ആഹാരത്തിന് 3050 കിലോമീറ്റർ സഞ്ചരിക്കുന്ന അവസ്ഥ വന്നിട്ടും അവൾ ദൈവത്തെ വിട്ടില്ല. അപ്പോൾ അവളെക്കുറിച്ച് ബൈബിൾ റൂത്ത് 3:11 ദൈവം എഴുതി വച്ചിരിക്കുന്ന റൂത്ത് ഉത്തമ സ്ത്രീ. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. റൂത്ത് 3:11 അങ്ങനെ ദാരിദ്ര്യത്തിലും പരമാർത്ഥതയിൽ നടക്കുന്ന ഈ റൂത്ത് ഉത്തമ സ്ത്രീ. അവൾക്ക് ദൈവം അനുകൂലമായി ഇരിക്കും. What made her to proclaim this strong statement? ഇങ്ങനെ ഒരു ദാരിദ്ര്യവാസിയായി, ഒരു വിധവയായി, ഒരു നേരം ആഹാരത്തിന് ഉയരത്തിൽ നോക്കേണ്ട അവസ്ഥയിൽ താഴ്ത്തപ്പെട്ടിട്ടും ഇവൾ പറയുന്നല്ലോ, ഈ ദൈവം തന്നെയാണ് എൻ്റെ ദൈവമെന്ന്. താൻ പ്രസവിച്ചെടുത്ത കുഞ്ഞിനെ അമ്മ നോക്കി. പുറപ്പാട് 2 ഡിവൈൻ ഹാൻസം, ഭയങ്കര സൗന്ദര്യം. പക്ഷെ അവൻ്റെ തലയ്ക്ക് മുകൾ രാജാവിൻ്റെ കൽപ്പന, എബ്രായ കുഞ്ഞാണെങ്കിൽ കൊല്ലണം. ഹൃദയത്തെ കഠിനമാക്കി ഒരു ഞാങ്ങണപ്പെട്ടകൻ നിർമ്മിച്ചു. പസയും കീലും തൂക്കിയെറിഞ്ഞ് നൈൽ നദിക്കരയിൽ നാങ്ങണ ചെടികൾക്കിടയിൽ അമ്മ സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞ്. അതിൻ്റെ പുറകിലുള്ള ബലം ദൈവം നോക്കിക്കോളാം. എനിക്ക് ആഹാരം തന്നത്, എനിക്ക് വണ്ടിക്ക് കൈക്കൂലി ടിക്കറ്റ് എടുക്കാൻ കാശ് തന്നത്, സ്വന്തം വീട് പോലെ തൻ്റെ വീട് തുറന്ന് എന്നെ പാർപ്പിച്ച് എന്നെ പഠിപ്പിച്ചത് 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തീരുന്നത് വരെ എൻ്റെ അധ്യാപകന്മാരാണ്. അപ്പനും അമ്മയും അവിടെ സ്നേഹവും നിനക്ക് നഷ്ടമാകുമ്പോൾ അതിൻ്റെ പകരം ഒന്നിനെ ദൈവം കരുതിയിട്ടേ നിന്നെ കൈ ഒഴികയുള്ളു.
അതിലൊരു ടീച്ചർ കളിയങ്കാട് നാഗർകോയിൽ കൺവെൻഷനിൽ ഡോക്ടർ ബെൻസാമിൻ്റെ കൺവെൻഷനിൽ അധ്യക്ഷനായിരുന്നു. അവിടെ വന്ന് ഒരു ടീച്ചർ ചോദിച്ച്, ഡേവിഡ് എന്നെ തെരിയുമാ 6 കിലോമീറ്റർ കയറിപ്പോകാൻ 10 പൈസ ടിക്കറ്റ് എടുത്ത് എന്നെ സഹായിച്ച ടീച്ചർ. ഇതുപോലെ ഇത്തിരി അധ്യാപകന്മാർ, ഇത്തിരി ആളുകളെ ദൈവം കരുതി തന്ന്. അതാണ് തെളിവ്. ദൈവം ഒരുവൻ മുകളിലുണ്ട്. മറക്കരുത്, മറക്കരുതേ, മറക്കരുതേ. ദൈവം നോക്കിക്കൊള്ളും. ഒരു വടിയുമായി യാക്കോബ് ജോർദാൻ കടന്ന്, അപ്പനും അമ്മയും അണ്ണനും ഇവിടെ ഉണ്ട്, സ്വത്ത് സുഖം ബംഗ്ലോ ഇവിടെ ഉണ്ട്. കാരണം ദൈവം നോക്കിക്കോളാം. ഇവൾ ഉച്ചരിക്കുന്ന വാക്കുകൾ, നിന്റെ ദൈവം എൻ്റെ ദൈവം. என்னை பலப்படுத்துகிற கிறிஸ்துவினாலே எல்லாவற்றையும் செய்ய எனக்கு பலன் ഉണ്ട്. ഞാൻ തമിഴിൽ പറഞ്ഞതിൻ്റെ കാരണം മലയാളത്തെക്കാൾ തമിഴ് ഈ വചനം പവർഫുള്ളാണ്. ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. என்னை பலப்படுத்துகிற கிறிஸ்துவினாலே எல்லாவற்றையும் செய்ய எனக்கு பலன் ഉണ്ട്. സദൃശവാക്യത്തിൽ ഒരു വാക്കുണ്ട്. 3-ാം അധ്യായം 6-ാം വചനത്തിൽ, നിന്റെ വഴികളിൽ ദൈവത്തെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. അല്ല അങ്ങനെ എല്ലാ വചനം, ഒരു വാക്ക് ഞാൻ വിട്ട് മനഃപൂർവ്വം. നിന്റെ വഴികളിലല്ല, നിന്റെ എല്ലാ വഴികളിലും. ആമേൻ. നിന്റെ എല്ലാ വഴികളിലും ഈ ദൈവത്തെ ഓർത്തുകൊള്ളുക. നിന്റെ എല്ലാ വഴികളിലും ദൈവം നിനക്ക് കരുതിക്കൊള്ളും. അങ്ങനെ ദൈവത്തെ തന്നെ മുറുകെ പിടിച്ചു, അമ്മാവി അമ്മേ, നിന്റെ ദൈവം എൻ്റെ ദൈവം വന്ന് നിൽക്കുന്നു. പരദേശി, പാപ്പർ, ഭർത്താവിനെ കൊന്നവൾ, ചെറുപ്പത്തിൽ തന്നെ ഭാഷ അറിഞ്ഞുകൂടാ, ഒരു നേരം ആഹാരത്തിന് വക്കില്ല. നിങ്ങൾക്കറിയാമോ, പിശ കതിർ പറക്കാൻ വന്നിരിക്കുന്നു. പക്ഷെ പിടിക്കേണ്ട ദൈവത്തെ മുറുകെ പിടിച്ചപ്പോൾ എല്ലാ കാര്യവും അവൾക്ക് അനുകൂലമായി മാറി മറിയാൻ തുടങ്ങി. ആമേൻ, ആമേൻ. അവൾ അമ്മയോട് ചോദിക്കുന്നു, ഞാൻ കതിർ പറക്കാൻ പോകട്ടെ? റുത്തിന്റെ പുസ്തകം 2-ാം വചനത്തിൽ, എന്നോട് ദയ കാണിക്കുന്ന ആളിനെ ആശ്രയിച്ചു കതിർ പെറുക്കട്ടെ. അപ്പം മുതൽ കാര്യങ്ങൾ നേരെ ചൊവ്വ മാറി പറയാൻ തുടങ്ങി. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു റുത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വചനത്തിൽ, ഭാഗ്യവശാൽ എൻ്റെ ജീവിതത്തിൽ ഒരു കാലം വരെ എല്ലാം തലകീഴ്, ദാരിദ്ര്യം തലകീഴ്, കർത്താവിനെ സ്വന്തമായി സ്വീകരിച്ച നാൾ മുതൽ അന്ന് നടന്നതെല്ലാം തലകീഴായി. ഇവിടെ റൂത്ത് നടന്നതുപോലെ ഭാഗ്യവശാൽ. ആമേൻ. ഈ ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളുക, ഈ കർത്താവിനെ മുറുകെ പിടിച്ചുകൊള്ളുക, യേശുവിൻ്റെ അനുകൂലം മുറുകെ പിടിക്കുക. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വചനത്തിൽ, ഭാഗ്യവശാൽ മഹാധനവാനും എലിമേലെക്കിന്റെ കുടുംബക്കാരൻ ബോവാസിന്റെ വയലിൽ അവൾ പോയി പെറുക്കാൻ തുടങ്ങി. അവിടെയാണ് പൗലോസ് എഴുതുന്നത്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വചനത്തിൽ, നീ നിനക്കുന്നതിലും
നീ ചോദിക്കുന്നതിലും അത്യന്തപരമായി നിനക്ക് ചെയ്തു തരുവാൻ കഴിയുന്ന ദൈവമാണ് ഈ ദൈവം. ആമേൻ. പരദേശി, ഭാഷ അറിഞ്ഞുകൂടാ, ചെറുപ്പത്തിൽ തന്നെ ഭർത്താവിനെ കൊന്നവളെന്ന് ആളുകൾ പറയും, വിധവ, ഭിക്ഷക്കാരി, കതിർ പെറുക്കുന്നവൾ, അവൾ ദൈവത്തെ മുറുകെ പിടിച്ചപ്പോൾ കാര്യങ്ങൾ ഒക്കെയും ഭാഗ്യമാകുവാൻ തുടങ്ങി. വരുന്നതാ ആ വയലിൻ്റെ ഉടമസ്ഥൻ, ദാരിദ്ര്യവാസിയല്ല, ദേശത്തിൻ്റെ സമ്പന്നൻ, പേര് ബോവാസ്. അവൻ്റെ കണ്ണുകൾ ഈ വിധവയിൽപ്പെട്ട് 2:5 റൂത്ത് 2:5 തൻ്റെ ബാല്യക്കാരോട് ചോദിക്കും, എത്രയോ ദാസിമാർ, അടിമകൾ അവിടെ പെറുക്കുന്നു എങ്കിലും മഹാധനവാന്റെ കണ്ണുകൾ ഈ റൂത്ത് ദൈവത്തെ മുറുകെ പിടിച്ച് പെറുക്കുന്ന ഈ റൂത്തിൻ്റെ മേൽ പതിഞ്ഞ് ചോദിക്കും, ഈ യുവതി ഏത്? ഈ യുവതി ഏത്? എത്രയോ യുവതി, എത്രയോ അമ്മമാർ, എത്രയോ കതിർ പെറുക്കുന്ന ദാസിമാർ അവിടെ ഉണ്ടെങ്കിലും ഈ വഴി സമൂഹത്തിലെ എത്രയോ ആളുകൾ, നിന്റെ പള്ളിയിലെ എത്രയോ ആളുകൾ, നിന്റെ ജോലിസ്ഥലത്ത് എത്രയോ ആളുകൾ, നിന്റെ ഉള്ളിൽ കർത്താവിൻ്റെ അഗ്നി കത്തുവാണെങ്കിൽ ദൈവപൈതലെ ഭാഗ്യവശാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അഗ്നിയുടെ കണ്ണുകൾ തന്നെ താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് അവൻ്റെ കണ്ണുകൾ നീതിമാനായ, നീതി ചെയ്യുന്ന സ്ത്രീയെ, പുരുഷ, സഹോദര, നിന്റെ മേൽ പതിയും നിശ്ചയമാണ്. ആമേൻ. ഈ വഴിയേട് റുത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 13 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ബോവാസ് റൂത്തിനോട് കാണിച്ച ദയ ദാസിമാരിൽ ഒരുത്തിയെപ്പോലല്ലാതെ ദയ റൂത്തിനോട് ബോവാസ് കാണിച്ചു. കൈകൾ തട്ടി ആമേൻ. ബോവാസിന്റെ ദയ റൂത്തിന്റെ മേൽ അന്യജാതി, വിധവ, പാപ്പർ, ഭിക്ഷക്കാരി, കതിർ പെറുക്കുന്നവൾ, ദേശത്തിലെ സമ്പന്നൻ, സ്വന്തം രാജ്യക്കാരൻ, അവൻ്റെ ആദരവ് ഇവളുടെ മേൽ വീണ്. ഒരു കാര്യം ഓർക്കുക, മനുഷ്യനോട് കാണിക്കുന്ന ആദരവ് സർവശക്തനായ ദൈവം നിന്നോട് കാണിക്കാൻ പോകുന്ന അനുകൂലത്തിൻ്റെ മുന്നോടിയാണ്. ആമേൻ, ആമേൻ. ദാവീദ് രാജാവായപ്പോൾ ആദ്യ ഫയൽ ഒപ്പിട്ടത് 2 സാമുവേൽ 9:1. ജോനത്താൻ നിമിത്തം എന്റെ ദയാ പ്രാപിക്കേണ്ടതിന്, വാക്കുകൾ ശ്രദ്ധിക്കണം, ജോനത്താൻ നിമിത്തം എന്റെ ദയാ പ്രാപിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? എഴുതിയ ആർഡർ അത് ദാവീദ് അങ്ങനെ വെട്ടിമാറ്റുന്നു. 3-ാം വചനം 2 സാമുവേൽ 9:3. എൻ്റെ ദയ അല്ല, ജോനത്താന്റെ നിമിത്തം ദൈവത്തിൻ്റെ ദയ പ്രാപിക്കേണ്ടതിന്. ആമേൻ. വാ തുറക്കുന്നില്ലല്ലോ. എൻ്റെ ദയ പ്രാപിക്കേണ്ടതിനല്ല, ദൈവത്തിൻ്റെ ദയ. 2 സാമുവേൽ 9:3 പ്രാപിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആവർത്തിക്കുന്നു,
നീ കർത്താവിനെ മുറുകെ പിടിച്ച് നിൽക്കുമ്പോൾ ചില ആളുകൾ ആരും ഒരിക്കലും ഒരു ദയവും ചെയ്യാത്ത ആളുകൾ നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിന്നോട് അവർ ദയ കാണിക്കുന്ന രീതിയിൽ ദയ വരുമ്പോൾ ഓർക്കണം, ഇത് ദൈവത്തിൻ്റെ ദയ എൻ്റെ മേൽ വരാൻ ഒരു മുന്നോടിയാണ്. ആമേൻ, ആമേൻ. ആകയാൽ അങ്ങനെ ദേശത്തിൻ്റെ സമ്പന്നൻ റൂത്ത് 2:3 റൂത്തിൻ്റെ കുടുംബക്കാരനായി, റൂത്ത് 3:2 റൂത്തിൻ്റെ ചാർച്ചക്കാരനായി, റൂത്ത് 3:9 ഇവൾ ദാസിയാണ്, ഇവളുടെ യജമാനനായി, റൂത്ത് 3:13 ദേശത്തിൻ്റെ സമ്പന്നൻ ഇവളുടെ വീണ്ടെടുപ്പുകാരനായി. കുടുംബക്കാരൻ, ചാർച്ചക്കാരൻ, യജമാൻ, വീണ്ടെടുപ്പുകാരൻ. സമ്പന്നൻ ദൈവത്തെ മുറുകെ പിടിച്ചതിൻ്റെ, ദൈവത്തിൻ്റെ അനുകൂലം പ്രാപിച്ചതിൻ്റെ റിസൾട്ടാണ്. അവസാനം ബോവാസ് ഈ ദാരിദ്ര്യം പിടിച്ച ഉത്തമിയുടെ സ്വന്തം ഭർത്താവായി. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും, ഒരു കണ്ണി ലോകത്തിൻ്റെ രക്ഷാപദ്ധതി സർവശക്തനായ യഹോവ നടപ്പിലാക്കുവാൻ ഡയറിയിൽ എഴുതി ഒരു കണ്ണി പൊട്ടിപ്പോകുമോ? ആബ്രഹാം മുതൽ തച്ചൻ്റെ മകൻ യേശുവിൻ്റെ ജനനം വരെ 42 തലമുറകളിൽ 12ാമത്തെ തലമുറ എവിടെ കിട്ടും? ഏത് ഉത്തമനുണ്ട് എന്ന് കർത്താവിൻ്റെ കണ്ണുകൾ പതിച്ചപ്പോൾ ഇതാ ഒരു പരമാർത്ഥത്തിൽ നടക്കുന്ന ഉദ്യമിയായ റൂത്ത്. അങ്ങനെ ദേശത്തിൻ്റെ സമ്പന്നൻ ദൈവഭക്തൻ ബോവാസ് ഇവളുടെ ഭർത്താവായി ജനിച്ചത് ആ കണ്ണി 42 തലമുറയിൽ 12ാമത്തെ കണ്ണിയെ കെട്ടിച്ചേർക്കുന്ന ഒരു ഓബേദ് എന്നുള്ള വാഗ്ദത്ത സന്തതി. ഓബേദിന് മകനായി ദാവീദിൻ്റെ അപ്പൻ യേശാവ്, ഈസായുടെ മകൻ ദാവീദ്. അങ്ങനെ 14ാമത്തെ തലമുറ ജനിച്ചു. നീ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അതാണ് റൂത്തിൽ നടന്നത്. ആമേൻ. ഇപ്പം പുറപുറപ്പൊക്കെ വിട്ടിട്ട് ദൈവത്തെ സ്തുതിക്കാൻ നീ തുടങ്ങണം. തുറക്കേണ്ടത് തുറക്കും, അടയ്ക്കേണ്ടതിന് അവൻ അടയ്ക്കും. യെസ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞരക്കമും പ്രയാസമും ഇരുളും താങ്ങാൻ പറ്റാത്ത അവസ്ഥയും മരണനാഴിക അറിഞ്ഞിട്ട് തൂക്കിക്കൊല്ലുകയോ അടിച്ചു കൊല്ലുകയോ രോഗം പിടിച്ച് മരിക്കുകയോ ആ നാഴിക ഇപ്പോൾ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ട് അതിന് തൊട്ട് മുമ്പുള്ള നാഴികയാണ് ഇരുളിൻ്റെ അങ്ങേയറ്റം ഒരു മനുഷ്യനെ പിടിച്ച് കുലുക്കുന്നത്. അത് അനുഭവിച്ച ബൈബിളിലെ 2 ആളുകൾ, ഒന്ന് ദാനിയേൽ. രാജാവ് കൽപ്പിക്കുന്നു, നീ തിരുമേനിയാം ഡൈറസ് ചക്രവർത്തിയോട് പ്രാർത്ഥിക്കാതെ വേറൊരു മനുഷ്യനോടോ ദൈവത്തോടോ പ്രാർത്ഥിച്ചാൽ സിംഹ ഗുഹയിൽ നിന്നെ കൊണ്ടുപോയി ഇടും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അവൻ ഓടി പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. മനസ്സിലായോ? മാളിക മുറിയുടെ കിളിവാതിലുകൾ തുറന്നിട്ട് എടെ കാണുന്നവൻ കണ്ടോ, ഇനിയും ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ഇതേപോലെയാണ് പൗലപ്പോസ്തലന്റെ ജീവിതത്തിൽ, ബൈബിൾ പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. തൊട്ട് മുമ്പ്
കൂട്ടുവേലക്കാരൻ യാക്കോബിൻ്റെ ശിരച്ഛേദം ഹീറാവ് ചെയ്തിട്ട് പത്രോസിനെയും തലവെട്ടുവാൻ ജയിലിൻ്റെ ഉൾത്തടവയിൽ പട്ടാളക്കാരുടെ നടുവിൽ ചങ്ങലക്കൊണ്ട് ബന്ധിച്ച് നാളെ പെസഹ പെരുന്നാൾ ആളുകളുടെ മുമ്പിൽ കൊണ്ടിട്ട് കയ്യടി വാങ്ങി ശിരച്ഛേദം ചെയ്യുവാൻ പദ്ധതി ഒരുങ്ങി നിൽക്കെ സ്വർഗത്തിൽ നിന്ന് ദൈവദൂതൻ ഇറങ്ങി തട്ടി ഉണർത്തി അവൻ്റെ ചെരുപ്പ് പോലും നഷ്ടമാകാതെ ചെരുപ്പിട്ടുകൊള്ളുക. തല വെട്ടിക്കൊല്ലുവാൻ കൊണ്ടിട്ടവൻ തെരുവിൽ നടക്കുമ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഇരുമ്പ് വാതിൽ താനെ തുറന്ന് ദാനിയേലിൻ്റെ മുമ്പിൽ സിംഹത്തിൻ്റെ വാ താനെ അടഞ്ഞ് അവൻ്റെ മുമ്പിൽ ഒന്നിനെ അടച്ചവൻ പത്രോസിൻ്റെ മുമ്പിൽ തൻ്റെ നാമമഹത്വത്തിനായി ഒന്നിനെ തുറക്കുന്നു. ദൈവസന്നിധിയിൽ പുതു ഉടമ്പടിയുമായിരിക്കുന്ന ആളാണോ? നിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പുഷ്ടിക്കും സന്തോഷത്തിനും ആത്മീക വളർച്ചയ്ക്കും പ്രതികൂലമായി നിൽക്കുന്ന ചിലതിന് അടയ്ക്കേണ്ടതിന് ഇന്നവൻ അടയ്ക്കും, തുറക്കേണ്ടതിന് എൻ്റെ ദൈവം തുറക്കും. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം എഴുന്നേൽക്കാം. നമ്മുടെ മുമ്പിൽ ഉള്ളത് 2 മിനിറ്റ്. നിങ്ങളുടെ കയ്യിൽ ശരീരത്തിൽ നൂലോ ചരടോ തകടോ കെട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ച് കളയുക. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളോ, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ട ആളോ, നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കുന്ന ആളോ, ഈ ഏക സത്യ ദൈവം ആ കർത്താവിൽ മുറുകെ പിടിച്ചുകൊള്ളുക. സാക്ഷ്യം അറിയിക്കേണ്ടവർ, സാക്ഷ്യം പറയേണ്ട ആളുകൾ ഉടനെ മുമ്പിൽ വന്ന് നിൽക്കണം. കൈകൾ തട്ടി എല്ലാവരും ശക്തിയോടെ ശബ്ദമുയർത്തി ബലമായി നന്ദി ഓറ ജനശാലത. ആമേൻ. Expect a miracle and cry. ഒരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് കരയുക. നിങ്ങളുടെ കുടുംബത്തിലെ യേശുവോട് അടുക്കാൻ വിസമ്മതിക്കുന്ന ചില ആളുകളെ കർത്താവ് ഇപ്പോൾ തൊടുന്നു. കുടുംബത്തിനകത്ത് ഒരു പോര്. നിങ്ങളുടെ കുടുംബത്തിൽ ഈ സത്യ ദൈവത്തോട് അടുക്കുവാൻ വിസമ്മതിക്കുന്ന ആളുകളോട് ദൈവത്തിൻ്റെ രക്ഷയുടെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ആമേൻ. കയ്യും കെട്ടി ചാഞ്ഞ് ചിറകി നിൽക്കരുത്. വെട്ടുക്കാട് വിഗ്രഹം പോലെ നിൽക്കരുത്. ആമേൻ. ചാഞ്ഞ് ചറിവി നിൽക്കരുത്. നീ കൈകൾ ഉയർത്തണം, കൈകളെ തട്ടണം. ഓറ ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രൈസ് ഹിം. സ്തുതിക്കുക. ദൈവജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവകൃപ ഒഴുകുമ്പോൾ ദൈവബലം നിനക്ക് ലഭിക്കും. നിശ്ചയം. കുടുംബത്തിനകത്ത് രക്ഷയുടെ ശക്തി. അസമാധാനം വിട്ടുപോ. ഡിവൈൻ പീസ്. നാക്കുകൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. അതിന് മുന്നോടിയായി എല്ലാ ദൈവമക്കളിലും ഇപ്പോൾ ആത്മനിറവ് ഉള്ളു ഒരുക്കി കൊടുക്കുക. അപ്പാ
அப்பா இயேசுவே, இயேசுவே, அப்பா தாவீது புத்திரா, தாவீது புத்திரா, ஆமே. சொர்க்கம் தானிறங்குன்னு, சொர்க்கம் தானிறங்குன்னு, சொர்க்கம் தானிறங்குன்னு, சொர்க்கம் தானிறங்குன்னு. ദൈവ സ്നേഹം പരിശുദ്ധാത്മാവായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ ലിസി, സിസ്റ്റർ ലിസി, you are feeling a touching, divine touching, divine touching. ലിസി, കർത്താവിൻ്റെ മഹാ പരിശുദ്ധ സ്പർശനം നിങ്ങൾ അനുഭവിക്കുന്നു, നിങ്ങൾ അനുഭവിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. കഠിന അധ്വാനിയായ തങ്കയൻ കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടുന്നു, തൊടുന്നു. മേഴ്സി, ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ചത് കണ്ണുനീർ, കണ്ണുനീർ. നിങ്ങളുടെ കണ്ണുനീർ അവൻ്റെ കരം കൊണ്ട് തുടയ്ക്കുന്നുടാ, തുടയ്ക്കുന്നുടാ. ശാന്ത, വിധവ റുത്തിനെ പോലെ നിലവിളിക്കുന്ന ശാന്ത, അടുത്ത തലമുറ എത്രയോ വചനം കേട്ടിട്ടും പാതാളത്തിലേക്ക് പോകുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്നാട്ട് അഗ്നിയിൽ കട്ടുക ശാന്ത. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വൻ കാര്യം ചെയ്യുവാൻ പോകുന്നു. തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു. നന്ദി, നന്ദി, നന്ദി. എത്ര വചനം കേട്ടിട്ടും വിഗ്രഹത്തെ മുറുകെ പിടിച്ച് ചുംബിക്കുന്ന അൽഫോൻസ, ഇരുള് വിട്ട് വരുക, വരുക, വരുക. നന്ദി. ശ്ലാഘ്യം നൽകണമേ, ശ്ലാഘ്യം നൽകണമേ. ക്ലേശങ്ങൾക്ക് തക്ക മഹാ സന്തോഷം അങ്ങയുടെ മക്കൾക്ക് നൽകണമേ, 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 നൽകണമേ. വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ. വാ തുറന്ന് ആരാധിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ, 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 സ്തുതിച്ചാട്ടെ. പരീക്ഷകൾ എഴുതി എഴുതി ഒരു ഗവൺമെൻറ് ഓഫീസിൻ്റെ വാതിലിൽ പ്രവേശിക്കുവാൻ, ജോലിക്ക് പ്രവേശിക്കുവാൻ എത്രയോ പരീക്ഷകൾ എഴുതി 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 ഒരു പ്രയോജനമില്ലാതെ നിലവിളിയോട് എത്തിയിരിക്കുന്ന യുവതി യുവാക്കള്, അപ്പാ തൊടേണം, 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 തൊടേണം. യേശുവിൻ നാമത്തിൽ ഒരു വിടുതൽ ഉണ്ടാകട്ടെ, ഒരു അത്ഭുതം ഉണ്ടാകട്ടെ, ഒരു അത്ഭുതം ഉണ്ടാകട്ടെ. അടുത്ത തലമുറയ്ക്ക് വേണ്ടി യാചിക്കുന്ന സഹോദരി സഹോദരന്മാർ എത്രയോ ആസ്പത്രി കയറി ഇറങ്ങി, എത്രയോ ആസ്പത്രി കയറി ഇറങ്ങി. കനികയില്ലയോ, ദൈവം കരുണ കാട്ടുകയില്ലയോ, ദൈവത്തിൻ്റെ ദയ എൻ്റെ മേൽ വീഴുകയില്ലയോ എന്ന് നിലവിളിക്കുന്ന ആളുകളെ കാരുണ്യ കർത്താവേ, സ്നേഹവാനായ ദൈവമേ, തൊടേണം, തൊടേണം. ടച്ച്, ടച്ച് ആൻഡ് ബ്ലസ് സച്ച് ബാരൻ വൂംസ് നൗ. മലട്ട് വയറുകളെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹീലിംഗ് പവർ വ്യാപരിക്കുന്നു, ഹീലിംഗ് പവർ വ്യാപരിക്കുന്നു. വയറ്റിലെ മുഴ എടുത്തു മാറ്റുവാൻ ഡോക്ടർമാരുടെ അടുക്കൽ അഗ്രിമെൻ്റ് നടത്തി വന്നിരിക്കുന്ന 2 ആളുകളുടെ മുഴ ഇപ്പോൾ അപ്രതീക്ഷമാകുന്നു, അപ്രതീക്ഷമാകുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഓരോ ആളുകളും ഓരോ ജോഷുവയായി മാറട്ടെ, മാറട്ടെ. കേട്ട് അനുസരിക്കണം കർത്താവേ, കേട്ട് അനുസരിക്കണം. അതിന് മുന്നോടിയായി അങ്ങയുടെ ശബ്ദം ഈ ജനം കേട്ട് വിട്ടുവിടാതെ കേട്ട് അനുസരിക്കട്ടെ കർത്താവേ. അഗ്നി, 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 അഗ്നി. അഭിഷേക മഴ, അഭിഷേക മഴ. ആത്മനിറവ്, 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 ആത്മനിറവ്,
ஆத்ம நிறைவு, 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 அக்னியுட நிறைவு, ஆத்ம நிறைவு. எல்லாரும் 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 ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായടെ നീക്കെത്ര ആനന്ദം. ഓ ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഓ ഏറ്റമടുത്തായടെ നീക്കെത്ര ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. ഓ തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. ഓ തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. ഓ തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ ടീ 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 T 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 അഭിഷേക ടീ, അഭിഷേക ടീ. കെട്ടുകൾ പൊട്ടുന്നു, കട്ടികൾ മായുന്നു, രോഗികൾക്ക് വിടുതൽ, ശപിക്കപ്പെട്ടവർക്ക് ആനന്ദമും അഭിഷേകമും ഓരോ ആളുകളിലും കർത്താവിൻ്റെ കരം, കർത്താവിൻ്റെ കരം, കർത്താവിൻ്റെ കരം, അഭിഷേക കരം, അഭിഷേക കരം. ടീ 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 ടീ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.